القرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور قال الله عز وجل إن للقبر لظلة شفيعنا رسول الله يا خير من دفينت بالقاع يعلمه فطاب من طيبهن الكاء واللكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم جلوا مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ സാന്നിധ്യമാകുന്ന യുബോ വഹബി മഹാനായ തങ്ങളവറുകൾ പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായി സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഉസ്താദ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സദസ്സിലിരിക്കുന്ന നമ്മുടെ ഈ മഹത്തായ പരിപാടി നല്ലപോലെ കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റും കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട മുഹമ്മദ് കുഞ്ഞി ഹാജി സാഹിബ്, മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ടവരമലായി ഖബൂൽ ചെയ്യട്ടെ. അവൻ ആദരിച്ച, അവൻ ബഹുമാനിച്ച അവന്റെ മഹാന്മാരുടെ ബർക്കത്തും അവരുടെ മദദും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരോടൊപ്പം അവന്റെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഹിസാബില്ലാതെ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഈ ഇരിക്കുന്ന നമ്മളിൽ നമ്മുടെ ഉമ്മ പാപ്പമാർ, ഭാര്യ മക്കൾ, മക്കളെ മക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപ്രവർത്തകർ, വേണ്ടപ്പെട്ടവർ, ദുആരക്കണി എന്ന് വസിയത്ത് പറഞ്ഞവർ, എല്ലാവരിലുമുള്ള എല്ലാവിധ ചെറുതും വലുതുമായിട്ടുള്ള രോഗങ്ങൾ കാരുണ്യവാനായ റബ്ബ് പരിപൂർണമായും ശിഫയാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ. അവന്റെ പൊരുത്തത്തിലും അവന്റെ താഅത്തിലും അവന്റെ ഇബാദത്തിലുമായി അല്ലാഹു റബ്ബ് തആല നമ്മുടെ ഏവരുടെയും ആയുസ് നീട്ടിത്തന്ന് അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, പള്ളത്തടുക്ക ദർഗാ ഷരീഫിൽ അന്തിയുറങ്ങുന്ന മഹാനായ വലിയുള്ളാഹി തങ്ങളെ പേരിലുള്ള മഹത്തായ ഉറൂസിന്റെ 46ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മഹത്തായ മതവിജ്ഞാന സദസ്സിലാണ്, ഒരു മതപ്രഭാഷണ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകർ, പ്രത്യേകിച്ച് കൂട്ടുകാരനും പ്രിയപ്പെട്ടവനുമായ ഹമീദ് സാഹിബ് അടക്കമുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും നേതാക്കളെയും സംഘാടകരെയും അഭിനന്ദിക്കുന്നു. അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. മഹാന്മാരുടെ ചാരത്ത് പരിശുദ്ധമായ ഈ ശഅബാനിന്റെ നല്ലൊരു രാത്രിയിൽ നല്ലവരായ നിങ്ങളോടൊപ്പം ഒത്തുകൂടാൻ സാധിച്ചു എന്നത് സത്യത്തിൽ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളും കർമ്മങ്ങളും ഒത്തുകൂടലൊക്കെ
അള്ളാഹുവിന്റെ അടുക്കൽ വലിയൊരു ഇബാദത്താണ്. വിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആരാധനയുടെ ഭാഗമാണ്, ഒരു ഇബാദത്തിന്റെ ഭാഗമാണ്, ഒരു പ്രതിഫലാർഹമായ കാര്യമാണ്. ഇത് കേവലം ഒരു കാര്യക്രമമല്ല, കേവലം ഒരു പരിപാടിയല്ല. നമ്മളെല്ലാവരും അത് വേണ്ടതുപോലെ മനസ്സിലാക്കിയതുമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വിഷയം ഏതോ വഴിക്ക് തിരിക്കുന്നില്ല. നിങ്ങളെവരും കണ്ടതുപോലെ, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, മരണവും മരണാനന്തര ജീവിതം എന്ന വിശാലമായ ഒരു വിഷയം, അതൊരു പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കുക എന്നത് സാധ്യമല്ല. എന്നാലും കഴിവിന്റെ പരമാവധി ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. അള്ളാഹു ഹക്ക് പോലെ പറയാനും പറയുന്ന എനിക്കും കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെയുള്ള ഏതൊരു കാര്യത്തെയും മനുഷ്യന് കണ്ണടച്ച് നിഷേധിക്കാം, ഒറ്റടിക്ക് നിഷേധിക്കുക, അല്ലെങ്കിൽ തെളിവുകൾ വെച്ച് നിഷേധിക്കുക, അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും ഒരു രൂപത്തിൽ അയാൾക്ക് നിഷേധിക്കാം, അല്ലെങ്കിൽ അംഗീകരിക്കാം. പക്ഷെ ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു പരമസത്യമാണ് മരണം എന്നുള്ള കാര്യം. അതിപ്പോ മരണമെന്നതൊന്നില്ല, മരിക്കാനില്ല എന്ന് പറഞ്ഞവനും ചിലപ്പോ ആ വാക്ക് പൂർത്തിയാക്കാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. തർക്കങ്ങൾക്ക് ഇടം കൊടുക്കാത്ത വിധം, അതല്ലെങ്കിൽ അവാന്തര വിഭാഗങ്ങൾക്ക് ഒന്നും ചാൻസ് ഇല്ലാത്ത ഒരേ ഒരു സംഗതി, ഖണ്ഡന മണ്ഡനങ്ങൾ നടക്കപ്പെടാത്ത, വാദപ്രതിവാദങ്ങളൊന്നും നടക്കപ്പെടാത്ത ഒരേ ഒരു വിഷയം മരണം മാത്രമാണ്. ബാക്കി ഈ ലോകത്തിന് അവസാനമുണ്ട് എന്ന് പറയുമ്പോ അതിനെ നിഷേധിക്കുന്നവരുണ്ട്. പടച്ചവനും ഉണ്ട് എന്ന് പറയുമ്പോ ഇല്ലെന്ന് പറയുന്നവരുണ്ട്. പരലോക ജന്മം ഉണ്ട് എന്ന് പറയുമ്പോൾ നിഷേധിക്കുന്നവരുണ്ട്. ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നവർ നമ്മുടെ സമുദായത്തിൽ തന്നെയുണ്ട്. പല നല്ല ആചാരങ്ങൾ നിഷേധിക്കുന്ന അവാന്തരക്കാർ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഒരു സമുദായവും, ഒരു അവാന്തരക്കാരും, ഒരു ജനങ്ങളും, ഒരു ജനതയും നിഷേധിക്കാത്ത പരമസത്യമാണ്, പരമയാഥാർത്ഥ്യമാണ്, പച്ച യാഥാർത്ഥ്യമാണ് മരണമെന്ന പ്രതിഭാസം. കാലങ്ങൾ എത്ര കഴിഞ്ഞുപോയി, പക്ഷേ ഈ ലോകം കണ്ട പ്രഗത്ഭരായ ഒരുപാട് ലോകത്തുണ്ടായിരുന്നു. നമ്മെക്കാളേറെ ഉഷാറുള്ളവർ, നമ്മെക്കാളേറെ കായബലം കൊണ്ട്, കായിക ബലം കൊണ്ട്, ശക്തി കൊണ്ട്, അധികാരം കൊണ്ട്, എല്ലാം കൊണ്ട് മുന്നിൽ നിന്നവർ. പക്ഷെ എല്ലാവരും സമയമെത്തിയപ്പോ കാലേവനുകൾക്കുള്ളിൽ മറിഞ്ഞുപോയി. അള്ളാന്റെ ആ സമയമെത്തിയപ്പോ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിക്ക് ഉത്തരം പറഞ്ഞവർ പോയി. അന്നവർ പോയെങ്കിൽ, ഇന്നലെ വേറൊരാൾ പോയെങ്കിൽ, ഇന്ന് പിന്നെ ഒരാൾ പോയെങ്കിൽ, ഇൻഷാ അല്ലാഹ് ഒരു വേള ഈ സമയം അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും നമ്മളും പോകേണ്ടി വരാം. മരണം എന്നത് ഉറപ്പാണ്. ആ ഉറപ്പായ ഒരു സംഗതിയെ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം, മറക്കാൻ പാടില്ല. മുസ്ലിമായ നമ്മൾ മരണത്തെ മറക്കാനേ പാടില്ല. മരണത്തെ ആഗ്രഹിക്കരുത്. ഞാൻ ഒരിക്കൽ മരിച്ചിനെങ്കിൽ നല്ല ഉണ്ടായിന്, ഞാൻ ഒരിക്കൽ പോയിനെങ്കിൽ നല്ല ഉണ്ടായിന് എന്ന് ചില മനുഷ്യന്മാർ പറയലുണ്ട്. അങ്ങനെ അത്ര എളുപ്പത്തിൽ ആഗ്രഹിക്കപ്പെടേണ്ട ഒന്നുമല്ല. മരിച്ചിട്ട് അങ്ങനെ പോകണ്ട, മരിച്ചിട്ട് അങ്ങനെ പോകേണ്ടത്, അങ്ങനെ പോകാൻ പറ്റിയതുമല്ല. മരിച്ചിട്ട് നീ എവിടെ പോകുന്ന വീട്ടിലത്തേക്കാ, അതിന്റെ ശേഷമുള്ളത് ഭയങ്കരമാണ് സംഗതി. അതത്ര സിമ്പിളൊന്നുമല്ല, അത് കുറച്ച് സീരിയസ് ആണ്. ചില മനുഷ്യന്മാരൊക്കെ ചെന്ന കേൾക്കുമ്പോൾ വിചാരിക്കണം സിമ്പിളാണ്, ഒരിക്കൽ മരിച്ചിട്ട് പോയിനെ നല്ല ഉണ്ടായിന്, അത്ര കൂളായിട്ട്. ഏതുവാകട്ടെ, മരണത്തെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമ്മൾ ദുആരക്കേണ്ടത് പഠിച്ചവനെ അല്ലാഹു മിൻകാന ഹയാത്തുല്ലി ഖൈറാ, എനിക്ക് മരണ ഖൈറാണെങ്കിൽ എന്നെ നീ ഈമാനോടെ മരിപ്പിക്കണം. ജീവിതമാണ് ഖൈറെങ്കിൽ ഈമാനോടെ ജീവിപ്പിക്കണം. അങ്ങനെയാ ദുആരക്കേണ്ടത്. അല്ലാതെ എന്നെ ഒരിക്കൽ മരിപ്പിക്കണേ എന്ന് ദുആരക്കരുത്. മരണത്തെ ആഗ്രഹിക്കരുത്. അതേ സമയത്ത് മരണത്തെ മറക്കരുത്, മരണമാകുന്ന സത്യത്തെ മറക്കരുത്. മരണമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരും ജീവിക്കണം. മുസ്തഫായ നബി തങ്ങൾ ലോകത്തോട് പറഞ്ഞല്ലോ, നമ്മളോട് പറഞ്ഞല്ലോ, അക്തിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവരസങ്ങളെയും, സർവസുഖങ്ങളെയും, സർവരുചികളെയും, സർവ ആസ്വാദനങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം. എല്ലാ സുഖങ്ങളും അതോടുകൂടി തീരും, എല്ലാ രുചികളും അതോടുകൂടി അവസാനിക്കും, എല്ലാ ആസ്വാദനങ്ങളും അതോടുകൂടി നിന്നുകിട്ടും. അതാണ് മരണം. ആ മരണത്തെ നിങ്ങൾ മറക്കരുത്. മരണം നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം.
മരണമാകുന്ന പരമസത്യത്തെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണോ. എല്ലാ നിലക്കുള്ള സുഖങ്ങളെയും സന്തോഷങ്ങളെയും മുറിച്ചു കളയുന്ന മരണം, എല്ലാ ആഗ്രഹ അഭിലാഷങ്ങളെയും മുറിച്ചു കളയുന്ന മരണം, എല്ലാ രുചി ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണം, പ്രായവ്യത്യാസമില്ലാതെ വർണ്ണവർഗ ഭാഷ ദേശ വ്യത്യാസമില്ലാതെ സമയത്തിന്റെ നോട്ടമില്ലാതെ ഏത് സമയത്തും നമ്മെ പിടിപെടുന്ന മരണം, ആ മരണമാകുന്ന പരമസത്യത്തെ നിങ്ങൾ മറന്നുപോകരുത്. അത് യാത്രയിലാകാം, അത് ഇരുന്നിടത്താകാം, അത് ഭക്ഷണം കഴിക്കുന്ന നേരത്താകാം, അത് ഉറക്കിലാകാം, അത് നടത്തത്തിലാകാം, അത് രാത്രിയാകാം, അത് പകലിലാകാം, അത് വീട്ടിലാകാം, അതല്ലെങ്കിൽ പുറത്താകാം. എവിടെയാണ് എന്ന് പറയാൻ കഴിയില്ല. ഇതിന് കുറച്ച് സൗണ്ട് കൂട്ടാവല്ലേ, എനിക്ക് സൗണ്ട് ഇല്ല, അപ്പൊ കുറെ അടുത്ത് പോണ്ടി വരുന്നു. ഇത്ര ഡിസ്റ്റൻസ് തന്നെ സൗണ്ട് വരും പോലെ. അൽഹംദുലില്ലാ, നല്ല ഓപ്പറേറ്ററും സൗണ്ട് സിസ്റ്റം ഒക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകട്ടെ. ആ നടുവിൽ കുറച്ച് കസാരൊക്കെ കാര്യമുണ്ട്. ഒന്നെങ്കിലും പിന്നിലുള്ളവർ മുമ്പിലേക്ക് കയറി ഇരിക്കുക, അല്ലെങ്കിൽ വരുന്നവർ അവിടെ ഇരുന്നിട്ടൊന്ന് സഹകരിക്കുക. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വർഗത്തിന്റെ പൂങ്കാവനമായി കബൂൽ ചെയ്യട്ടെ. കുറെ ആളുണ്ട്, പക്ഷെ 3 ആൾ ആമീനാണ് കേട്ടത്, ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടെന്ന് തോന്നുന്നല്ലേ. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ഇങ്ങനെയുള്ള സദസ്സിലൊക്കെ ആമീൻ പറയാൻ ചാൻസ് കിട്ടുക എന്നത് സത്യത്തിൽ വലിയൊരു ഭാഗ്യമാണ്. ഞമ്മ ഒറ്റക്കല്ലെന്തു ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അള്ളാഹു തആല അത്ര പെട്ടെന്ന് ശ്രദ്ധിച്ചോളണമെന്നില്ല, അള്ളാഹു കബൂൽ ചെയ്തോളണമെന്നില്ല. കാരണം എന്താ, നമ്മുടെ കൈകൾ അതാണല്ലോ. നമ്മളെ കൈകൾ, നീട്ടിയ കൈകൾ പോലും ശുദ്ധമല്ല. നമ്മൾ പറയുന്നത് നാവ് ശുദ്ധമല്ല, ദ്വാരക്കെന്ന് നമ്മുടെ മനസ്സ് ശുദ്ധമല്ല. ആ രീതിയിൽ പിന്നെ വേറെ ആരോടും ചോദിക്കാനില്ലല്ലോ, അള്ളാഹു അല്ലാതെ വേറെ ആരോടും പറയാനും ഇല്ലല്ലോ. അപ്പൊ ആ നിലക്ക് അവനോട് ചോദിക്കുന്നു. പക്ഷേ ശുദ്ധമല്ലാത്ത നമ്മൾ ഏത് നിലക്ക് ചോദിച്ചാലും അള്ളാഹു ഞങ്ങൾ അങ്ങനെ തള്ളിക്കളയില്ല, ഉറപ്പാണ്. എന്നാലും പിന്നെയും കൂടി ഒന്നും കൂടി ഉറപ്പിച്ച വിഷയമാ സംഘത്തിലൂടെയുള്ള പ്രാർത്ഥന, കൂട്ടുപ്രാർത്ഥന, ഒന്നായിട്ടുള്ള ദുആ പ്രാർത്ഥന. ആമീൻ. അത് ഒരിക്കലും തള്ളപ്പെടുകയില്ല. ഹബീബുനാ റസൂലുള്ളാഹ്. അതിനുള്ള അവസരമാണ് ഇത്, കളയരുത്. ഇങ്ങോട്ട് വരുമ്പോഴുള്ള നീയത്ത് തന്നെ അങ്ങനാണ്. ഈടക്കുന്നല്ല, ഞമ്മ എവിടെ വേലതിന് പോകുമ്പോഴും ഞങ്ങളെ നീയത്താണ്ടിയത് അങ്ങനെ അറിയാം. അള്ളാന്റെ ദീന് കേൾക്കാൻ, വേല കേൾക്കാൻ, മുത്തുനബി തങ്ങളെ പറ്റി പറയപ്പെടുന്നത് കേൾക്കാൻ, അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് പോകാൻ, അതുപോലെ തന്നെ കൂട്ടുപ്രാർത്ഥന നടക്കുന്ന ആ കാര്യത്തിൽ പങ്കെടുക്കാൻ. ഈ ഒരു നിയത്തും വെച്ചിട്ടായിരിക്കണം ഞമ്മ പോണ്ടിയത്. നമ്മളെ കൽബിന്റെ അകത്തുള്ള നിയത്ത് അതായിരിക്കണം. നബിന്റെ വയലിനൊക്കെ പുറപ്പെടുമ്പോ നിയത്ത് എന്തറിയോ, ലൈക്ക് അടിക്കണ ഡിസ്ലൈക്ക് അടിക്കണ, ഫുള്ള് തീരോടത്തോളം നിൽക്കണല്ലേ പാദ്യം തന്നെ വരണാന്ന്. ഇതാണ് ഇപ്പൊ നമ്മളെ നിയത്ത്. ശരിക്കുള്ള ഇഖ്ലാസ് അത് കുറഞ്ഞുപോയി. എല്ലാവരും അങ്ങനെ എന്തല്ല, അധികം ആൾക്കാർക്കും ഇഖ്ലാസ് കുറഞ്ഞുപോയി, ആത്മാർത്ഥത കുറഞ്ഞുപോയി. അള്ളാഹുവിന്റെ ലോകത്തെ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള കർമ്മമാണ് എന്നുള്ള ചിന്ത ഒഴിവായി പോയി. എല്ലാം അള്ളാഹ്ക്ക്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന സകലമാന പ്രവർത്തനങ്ങളും അള്ളാഹ്ക്ക്, അവന്റെ ശ്വാസോച്ഛ്വാസം പോലും അള്ളാഹ്ക്ക്, എല്ലാം അള്ളാഹ്ക്ക്. അതാണല്ലോ 5 നേരം നിസ്കാരത്തിൽ നമ്മൾ അടിക്കടി പറയുന്നത് ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ആരാധനകള്, എന്റെ സകലമാന സൽനൽക്കാര്യങ്ങള്, എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്റെ കട മടക്കി വാടുന്ന ജഗന്നാഥനായ ജഗദീശ്വരനായ അള്ളാഹുവിനുള്ളതാണ്. അതാണ് ഒരു മുസ്ലിമിന്റെ ചിന്ത. അങ്ങനെയാകണം നമ്മുടെ ചിന്ത, അല്ലേ? നമ്മിന്നല്ല മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ വേറെന്തോ ഭൗതിക കാര്യം ഉദ്ദേശിച്ചിട്ട് അള്ളാഹ്ക്ക് വേണ്ടി എന്ന് നമുക്കില്ല. ആർക്കോ വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി എന്നല്ല, ആർക്കോ വേണ്ടി. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ചരിത്രമുറങ്ങുന്ന അനവധി കശ്മ കറാമത്ത് കൊണ്ടറിയപ്പെട്ട ഈ മഹാനുഭാവന്റെ സിയാറത്തിന് വരുന്നവർക്കും പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്കും വേണ്ടി ഇവിടെ ഒന്ന് നിസ്കരിക്കാനോ അല്ലെങ്കിൽ ഒരു മട്ടം പോലെ ഉള്ളെടുക്കാനൊരു സൗകര്യം ഒന്നും ഇല്ല. ആ വിഷയത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ
മഹാനുഭാവന്റെ കറാമത്തൊന്നോണം, അള്ളാന്റെ വലിയ സഹായം എന്നോണം 10-70 ചില്ലാന സെന്റ് സ്ഥലം നമ്മുടെ കമ്മിറ്റിക്കാർ വാങ്ങുകയുണ്ടായി. അതിന് കുറച്ച് പൈസയും കൂടി ബാക്കിയുണ്ട്. അതിന് കുറച്ചും കൂടി ആൾക്കാർ സഹകരിച്ചാൽ അൽഹംദുലില്ലാ റാഹത്തായി. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ സദഖ ചെയ്യുമ്പോൾ സത്യത്തിൽ അത് വലിയൊരു കാര്യമാണ്. അതിന്റെ മഹത്വം ശ്രദ്ധകളൊന്നും പറഞ്ഞു തീരാല. അത് വലിയൊരു അമല. പക്ഷെ അവിടെ എല്ലാം നമുക്ക് ഉണ്ടാകേണ്ടത് ഏതായാലും പറഞ്ഞിട്ടായി, അയാൾ കേട്ടിട്ടായി, ഇനിയിപ്പോ കൊടുക്കാണ്ടിരിക്കുന്ന അങ്ങനെ എന്ന രീതിയിലാകരുത്. അല്ലാഹ്ക്ക് വേണ്ടി ലില്ലാഹി കല്ല ദുരുവദം എനിക്കില്ല, ഞാൻ ആരെയും എനിക്കായി ഒതിച്ചിട്ടില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ഒരു യുദ്ധമുഖത്ത് വെച്ച, രണാങ്കണത്തിൽ വെച്ച, യുദ്ധക്കളത്തിൽ വെച്ചിട്ട് മുസ്തഫായ നബി തങ്ങളോട്, ഈ സമുദായത്തോട്, ദീനിനോട് വളരെയധികം കർശനമായ നിലക്ക് തന്നെ ശത്രുത വെച്ച് പുലർത്തിയിരുന്നവരാള്, എല്ലാം കൊണ്ട് നമ്മെ എതിർത്തിരുന്നവരാള്, മുത്തുനബി തങ്ങളെ അവഹേളിച്ചിരുന്ന, പരിഹസിച്ചിരുന്നവരാള് അലി റളിയല്ലാഹു അൻഹു പിടികൂടുന്നു. എല്ലാം കൊണ്ടും അക്രമിയാണ് അയാൾ, എല്ലാം കൊണ്ടും ശത്രുവാണ് അയാൾ. അങ്ങനെയുള്ള ഒരാൾ അലി റളിയല്ലാഹു അൻഹു പിടികൂടുകയാണ്. അവനെ അതാ ഒരു മൽപ്പിടുത്തത്തിലൂടെ മലർത്തിയിടിക്കുന്നു. എന്നിട്ട് അവന്റെ കഴുത്തിലേക്ക് അതാ കത്തിവെച്ചിട്ട് അവനെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോ, ആ ശത്രുവിനെ എന്നേക്കുമായിട്ട് യമപുരിയിലേക്ക് അയക്കാൻ വേണ്ടി നോക്കുമ്പോ, ആ ശത്രുവത കിടന്ന കിടപ്പിൽ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മുഖത്തേക്ക് തുപ്പുകയാണ്. എന്നെ ഒന്ന് വിട്ടിരുന്നല്ല പറഞ്ഞ്, മാപ്പ് ഞാൻ ചെയ്യലാന്നല്ല അവൻ പറഞ്ഞത്. അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ബലിഷ്ഠമായ കരങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന അയാൾ, എല്ലാം കൊണ്ടും എന്റെ അവസാനമാണ് എന്ന് ഉറപ്പിച്ച അയാൾ അവിടെ വെച്ചിട്ടതാ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ മുഖത്തേക്ക് കാർക്കിച്ചങ്ങ് തുപ്പുകയാണ്. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പിന്നെ അയാളെ ഒന്നും ചെയ്തില്ല, പിന്നെ അയാളെ ഒന്നും ചെയ്തില്ല. തന്നിലേക്ക്, തന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയതായ ശത്രുവിന് അവിടെ നിന്ന് അയാളെ കൈപിടിച്ചിട്ട് പിന്നെ നിർത്തുകയാണ്. അയാളെ എണീപ്പിച്ച് നിർത്തുകയാണ്. എന്നിട്ട് അയാളെ പുറന്തട്ടിയിട്ട് പോകാൻ വേണ്ടി പറയുന്നു. പോയിക്കോ. അത് കയ്യും കൊടുത്ത് സെക്കൻഡും കൊടുത്തിട്ട് അയാൾ അങ്ങോട്ട് പറഞ്ഞേക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടരുടെ ഇടയിലേക്ക്, സംഘാടകരുടെ ഇടയിലേക്ക്, സംഘടികരുടെ ഇടയിലേക്ക് അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നടന്നു വരികയാ. ആ സമയത്താണ് സഹാബികൾ ചോദിക്കുന്നത്, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ കൂട്ടുകാരായ സഹാബികൾ ചോദിക്കുന്നു, അലിയാർ തങ്ങളെ കിട്ടിയ ചാൻസ് കളഞ്ഞല്ലോ. എത്ര കാലമായി അവനെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുന്നു. ഇസ്ലാമിന്റെ ആ ജന്മശത്രുവായ മുത്തുനബി തങ്ങളെ എല്ലാം കൊണ്ട് വേദനിപ്പിച്ചവനായ, ഈ ദീനിന്റെ പരമശത്രുവായ ആ മനുഷ്യനെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ അവനെ വെറുതെ വിട്ടയച്ചതാണോ? എന്തിനാ വെറുതെ അയച്ചത്? എത്ര കാലമായി ഞങ്ങൾ അവനെ പിടികൂടാൻ കാത്തിരിക്കുന്നു. പക്ഷേ കയ്യിൽ കിട്ടിയ നേരം നിങ്ങൾ അവനെ കളഞ്ഞല്ലോ, ഉപേക്ഷിച്ചുവല്ലോ. എന്തേ അയാളൊന്നും ചെയ്യാതെ വിട്ട്? ഈന് സൗണ്ട് കൂട്ടണമെന്ന് പറയുമ്പോ അതിന് സൗണ്ട് കൂട്ടിയിട്ടാലോ? ബട്ടൺ അപ്രൈറ്റല്ലേ? അല്ലാതെ കുറെ ആൾ കാതിൽ കൈവെക്കുന്നതാണ്. അങ്ങനെ അതങ്ങനെ ഇരിക്കട്ടെ, തുറണ്ട, കുറങ്ങണ്ട. അല്ല, ചിലപ്പോ കുറെ അതിൽ 450 ബട്ടൺ ഉണ്ട്. അപ്പുറാവും. സാധാരണ ഓപ്പറേറ്റർമാരെ സമ്മതിക്കണം, എല്ലാം കൊണ്ട് സമ്മതിക്കണം. അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. പിന്നെ നല്ലോണം പേടിച്ചിട്ട് തന്നെ ഇരിക്കുന്നത്, എന്ത് ചെന്നാ ഇയാളി മോലാറി, എന്ത് ചെന്നാ അങ്ങനെ കുറെ ഉണ്ട്. അവരെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കല്ലോ. മനഃപൂർവ്വം ആരും ഒന്നും ചെയ്യില്ല. പിന്നെ അതൊരു സെറ്റിങ്സ് ആണല്ലോ, ഇലക്ട്രോണിക്സ് അല്ലേ. പിന്നെ ഞമ്മ ഈ ശബ്ദം കൂട്ട് ഒന്നും കൂടി ഉഷാറാക്കുന്ന പറയുന്നത് സത്യത്തിൽ അത് നല്ല പിരിസത്തിലല്ല, അരിസത്തിലല്ല. എന്താ പറയുക, ഞമ്മ എപ്പോഴും ഈ മൈക്കിന്റെ എതിരിൽ തന്നെയാണ്. അപ്പൊ നമ്മളെ സൗണ്ടല്ല ഇത് കുടിച്ചിട്ട് തീർന്നില്ല. ഈടെല്ലാം ആറിയിട്ടേ പോയി, ഇനി ഫുൾ ആടെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഒന്നും കൂടി നീ കൂട്ടിക്കില്ലേ, ഒന്നും കൂടി കൂട്ടാൻ പറ്റുമോ ഇതിന്? അപ്പോൾ നമ്മളെ ശബ്ദം എടുക്കാനാണെങ്കിൽ ഒരു നാവല്ലേ ഉള്ളൂ. എടുക്കാനും കൊടുക്കാനും പിടിക്കാനും തടുക്കാനും ഒക്കെ 2 കൈ തന്ന റബ്ബ്, നോക്കാനും കാണാനും എല്ലാം 2 കണ്ണ് തന്ന റബ്ബ്, ഇഷ്ടംപോലെ കേൾക്കാനൊക്കെ ശ്രദ്ധിക്കാനൊക്കെ 2 കാത് തന്ന റബ്ബ്, പറയാനൊക്കെ ഒരേ നാവ് തന്നിട്ടേ ഉള്ളൂ. കാരണം എന്താ അറിയാം, ചില മനുഷ്യന്മാർക്ക് ഒരു നാവ് കിട്ടിയിട്ട് തന്നെ ലോകം പൊടിപൊടിയായി. ഇനിയിപ്പോ 2 നാവും കൂടി കിട്ടിയിട്ടും പറയണ്ടേ. ഇത് മനസ്സിലാക്കിയ റബ്ബ് ഒരേ നാവ് കൊടുത്തു. അപ്പൊ ആ നാവ് നമ്മുടെ സംസാരം കാര്യങ്ങളൊക്കെ
മാത്രമല്ല നമ്മൾ ശബ്ദിക്കുമ്പോഴാണ് നമ്മുടെ എനർജി ആരോഗ്യം കൂടുതൽ പോകുന്നത്. അപ്പൊ അവിടെയൊക്കെ അൽഹംദുലില്ലാ നല്ല റാഹത്ത് അതുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. അല്ലാഹു തആല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകർ, ഇതിന്റെ വിജയത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച ഇതിന്റെ വലിയ നേതൃത്വം, അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ഒക്കെ നല്ല ഭംഗിയായ നിലയ്ക്ക് സംവിധാനിച്ച നമ്മുടെ ഓപ്പറേറ്റർ അടക്കമുള്ളവർ, ഈ നമ്മുടെ ഈ പരിപാടി ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് വളരെ ക്ലാരിറ്റിയോടെ എത്തിക്കുന്ന നമ്മുടെ ലൈവിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, ഈ പരിപാടിക്ക് വേണ്ടി നല്ലോണം അധ്വാനിച്ചവർ, ഇതിന്റെ പ്രത്യേകിച്ച് ഇതിന്റെ ബാല്യക്കാർ, ഇതിന്റെ പരിസരവാസികൾ, അവർക്കൊക്കെയും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അതിന്റെ നിയ്യത്ത് അല്ലാഹ്ക്കാകണം, മനുഷ്യന്മാർക്കാകരുത്. അയാൾ കേട്ടിട്ടാകുമ്പോ കൊടുക്കാണ്ടിരിക്കുന്ന അങ്ങനെ, അയാൾ വിളിച്ചിട്ടാകുമ്പോ പോകാണ്ടിരിക്കുന്ന അങ്ങനെ, അയാൾ കണ്ടിട്ടാകുമ്പോ ഓതാണ്ടിരിക്കുന്ന അങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാണട്ടെ കാണാതിരിക്കട്ടെ, കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ, നോക്കട്ടെ നോക്കാതിരിക്കട്ടെ, അല്ലാഹ് അത് മാത്രമോ ഞങ്ങളെ ഖൽബില്, അതിന്റെ പുറമൊന്നും പാടില്ല. അലിയാർ തങ്ങളെ തന്റെ കയ്യിൽ ഒതുങ്ങിയ ശത്രുവിന് എല്ലാം കൊണ്ടും അപായപ്പെടുത്താനും കീഴ്പ്പെടുത്താനും കിട്ടിയ ചാൻസ് കളഞ്ഞിട്ട് അലി റളിയല്ലാഹു തആല അൻഹു അവനോട് എണീറ്റ് പോകാൻ വേണ്ടി പറയുകയാ. അലി റളിയല്ലാഹു അൻഹു കൂട്ടരിലേക്ക് വന്ന് കൂടിയപ്പോ, കൂട്ടുകാരോടൊപ്പം ചേർന്നപ്പോ അവിടെ കൂടിയ സഹാബത്ത് ചോദിച്ചു, തങ്ങളെ അലിയാർ തങ്ങളെ കളഞ്ഞല്ലോ, നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് കളഞ്ഞല്ലോ, ഇത്ര കാലമായി അവനെ പിടികൂടാൻ വേണ്ടി കാത്തിരിക്കണോ, കണ്ണിലെണ്ണ ഒഴിച്ചവനെ കാത്തിരിക്കുകയാ. ഈ സമുദായത്തിന്റെ ഈ ദീനിന്റെ പരമശത്രുവാണ്. മുത്തുനബി തങ്ങളെ കണ്ണെടുത്ത കാണാൻ പറ്റാത്ത ശത്രുവാണ്. ഹബീബായ നബി തങ്ങളെ നല്ലോണം വേദനിപ്പിച്ച മനുഷ്യനാണ്. അവനെ കിട്ടിയിട്ട് നിങ്ങൾ അവനെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടതെന്ത്, പോയിക്കോ പോടോ എന്നും പറഞ്ഞിട്ട് അവന്റെ പുറം തട്ടിയിട്ട് വിട്ടതെന്ത് എന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞ മറുപടി എന്തറിയാ, മുസ്ലിമേ കൂട്ടുകാരെ, അവനെ വധിക്കണമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ അവനെ മലർത്തിയടിച്ചത്. അവന്റെ കഥ കഴിക്കണമെന്ന് തന്നെയാ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ അവനെ കീഴ്പ്പെടുത്തിയത്. അവന്റെ ശത്രുത ഈ സമുദായത്തോട്, ഇസ്ലാമിനോട്, മുത്തുനബി തങ്ങളോട് ഉണ്ടാകരുത് എന്ന് ഉറപ്പിച്ചിട്ട് അവനെ അറക്കാൻ തന്നെയാണ് ഞാൻ അവനെ കീഴ്പ്പെടുത്തിയത്. പക്ഷേ ആ സമയത്ത് അവസാന സമയം അവന്റെ ശ്വാസം അടങ്ങുന്ന നേരം, അവനെ എല്ലാം കൊണ്ടും അവനെ അറക്കപ്പെടുന്ന നേരം, അവൻ ഒതുക്കപ്പെടുന്ന ആ സമയം അവരതാ എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. സുബ്ഹാനല്ലാഹ്. അന്നേരത്തെ എനിക്ക് അവനോട് വല്ലാത്ത ദേഷ്യം കൂടി. അല്ലെങ്കിലേ ഓനോട് ദേഷ്യമുണ്ട്. ഹബീബായ നബി തങ്ങളെ ശത്രുവാണ്, ഈ സമുദായത്തിന്റെ ശത്രുവാണ്, ഈ ദീനിന്റെ ശത്രുവാണ്, അള്ളാന്റെ ശത്രുവാണ്. അങ്ങനെയുള്ള ഒരുത്തനെ ഞാൻ കീഴ്പ്പെടുത്താൻ കിടത്തിയിരിക്കുന്നു. അന്നേരത്തിന്റെ മുഖത്തേക്ക് അവൻ തുപ്പിയപ്പോ എനിക്ക് അവനോട് ശത്രുക്കൾ കൂടുകയാണ്, ദേഷ്യം കൂടുകയാണ്. എന്റെ മുഖത്തേക്കാണല്ലോ തുപ്പിയത്. വ്യക്തിപരമായി എനിക്കവനോട് വൈരാഗ്യം കൂടുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ അവനെ കൊന്നാൽ, അവനെങ്ങാനും ഞാൻ ഒതിച്ചു പോയാൽ അത് അല്ലാഹ്ക്ക് വേണ്ടിയിട്ടുള്ള വധമാകില്ല. എന്റെ അരിസം തീർക്കലാകും, എന്റെ മുഖത്തേക്ക് തുപ്പിയതിന് പകരം വീട്ടലാകും, എന്റെ ദേഷ്യം തീർക്കലാകും. കാരണം ഇപ്പൊ എന്റെ അവസ്ഥ അതാണ് അവനോട്. അല്ലേ അല്ലേ എന്റെ മോട്ടിലൊക്കെ ഒരാൾ തുപ്പി ഞാൻ ഒരു ജ്യൂസ് കൊടുക്കണ്ടേ, ഇതാ കുടിച്ചോ. ഒരടി വെക്കാൻ തീരുമാനിച്ചില്ല, ഓനെ പിടിച്ചിങ്ങനെ പിടിച്ച സമയത്തോ എന്റെ മുഖത്തെ തുപ്പി രണ്ടടി കൊടുക്കും, ഡബിൾ ആക്കും, ഡബിളുടെ അടുത്ത് ട്രിപ്പിൾ ആക്കും. അല്ലാണ്ട് ജ്യൂസ് കൊടുക്കാൻ നിൽക്കാല. ഞമ്മ ഈമാനില്ലാത്ത കൂട്ടരല്ല കൂട്ടർ, ഞമ്മ അടിക്കാനും ഇടിക്കാനും കൊടു പിടി തന്നല്ലേ ഞമ്മടെ വായില് അല്ലേ. പക്ഷെ അലി റളിയല്ലാഹു അൻഹു ആരാണലി? ലാ ഫതന്നില്ലാലി. അലിയെപ്പോലൊരു മനുഷ്യനെ, ഒരു യുവാവിനെ ഈ ലോകം കണ്ടിട്ടില്ല. സ്വർഗത്തിന്റെ ആളാണ്, മുത്തുനബി തങ്ങളെ ആളാണ്. ഞെട്ടുന്നില്ല. അലിയാർ തങ്ങളെ പറഞ്ഞത് എന്തറിയാ, എല്ലാം കൊണ്ടും വധിക്കപ്പെടണമെന്ന് കരുതിയിട്ട് തന്നെയാ ഞാൻ അവനെ പിടിച്ചത്. പക്ഷേ എന്റെ മുഖത്തേക്ക് അവന് കാർക്കുച്ചു തുപ്പിയ നേരം എനിക്കവനോട് ദേഷ്യം കൂടെ, വൈരാഗ്യം കൂടെ. അതുകൊണ്ട് തന്നെ ആ സമയത്തെങ്ങാനും അവൻ അടിച്ചു പോയാൽ, ഞാൻ അവന്റെ പെടലി വെട്ടിപ്പോയാൽ, അവനെങ്ങാനും എന്റെ കരങ്ങളാൽ വധിക്കപ്പെട്ടു പോയാൽ അത് എന്റെ കോപം തീർക്കലാകും, എന്റെ ആരിസം തീർക്കലാകും, എന്റെ വൈരാഗ്യം തീർക്കലാകും. ഞാൻ ആരെയും എനിക്കായി വധിച്ചിട്ടില്ല. ലില്ലാഹി കല്ല, ദുർവധം എനിക്കില്ല. ഞാൻ
ഞാൻ ആരെയും എനിക്ക് വേണ്ടിയിട്ട് ഇന്നോളം ദേഹോപദ്രവം നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടിട്ട് തന്നെ അല്ല ആക്കിയത്. എളാപ്പാക്ക മാട്ടാക്കിയതും ഞമ്മളെ അരസം തീർക്കാന്, എളാമാനെ വരുന്ന പുറത്താക്കിയതും ഞമ്മളെ അരസം തീർക്കാന്, എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിട്ടൊന്നും ഞമ്മ ചെയ്തിട്ടില്ല. തീരെ ഇല്ല. എല്ലാരും ഇങ്ങനെ എന്ന് ഞാൻ പറഞ്ഞ അർത്ഥമില്ല. നീ നല്ലോറൊന്നും ബേജാറാവുകയും വേണ്ട. ഞമ്മളെ നീയത്തും കാര്യമെല്ലാം അങ്ങനല്ലേ, ഞമ്മള് ചിന്തല്ല അങ്ങനെയാണിപ്പോ. കണ്ടില്ല എങ്ങനെപ്പോ, കണ്ടിട്ട് മുണ്ടില്ലെങ്കിൽ അങ്ങനെയാണ്, കണ്ടിട്ട് ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ അങ്ങനെ, കേട്ടിട്ട് ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ അങ്ങനെ. ഏതായാലും ഒന്ന് പോയിട്ട് വരാം, അയാൾക്ക് വേണ്ടിട്ട് പോയിട്ട് വരാം, അള്ളാഹ്ക്ക് വേണ്ടിട്ടല്ല. അള്ളാഹ് എന്നത് നമ്മളെ കൽവിന്റെ ഉള്ളിൽ ഇല്ല, ഞാൻ മാറ്റി. അള്ളാഹിനെ ഏത് നിമിഷവും ഏത് സെക്കൻഡും അല്ല, സെക്കൻഡ് മാത്രല്ല മൈക്രോ സെക്കൻഡ് അങ്ങനെ ഉണ്ടല്ലോ, സെക്കൻഡും കൂടി പിന്നെയും ചെറുതാവുമല്ലോ അല്ലെ. ഇനിയിപ്പോ പഠിപ്പിക്കാനും സമയമില്ലടാ, നമ്മളെ വിഷയം അതുമല്ല. ഏതും ആകട്ടെ, ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അള്ളാനെ മാത്രം ചിന്തിച്ച് നടന്നവരാണവർ. അതുകൊണ്ടാ കാലങ്ങളേറെ കഴിഞ്ഞിട്ട് നാടറിയില്ല, കൂടുതലായിട്ടുള്ള ഭയോടാട്ട വ്യക്തമല്ല, നിജമല്ല, അറിയില്ല, ഭാഷ ഏതാണ് നാടേതാണെന്ന് അറിയില്ല. എന്നാലും അതാ മഹാന്മാർ ഇന്നും ഞങ്ങളെ കൽബിന്റെ അകത്താണ്, ചിരഞ്ജീവികളാണ്, സ്ഥിരപ്രതിഷ്ഠ നേടിയവരാണ്. കാരണം എന്തേ, അവർ അല്ലാഹനെ മറന്നില്ല. അല്ലാഹനെ മറക്കാതെ കണ്ട് ജീവിച്ച നല്ലവരെ മറക്കാൻ അല്ലാഹ് സമ്മതിച്ചില്ല. അല്ലാഹനെ മറക്കാതെ ജീവിച്ചവരെ ലോകം മറക്കില്ല, ലോകത്തിന് മറക്കാനാവില്ല. അവരേത് ഭാഷയാണോ ഏത് നാടാണോ എന്നറിയേണ്ടതില്ല. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചവര്, അള്ളാന്റെ ചിന്തയിൽ മാത്രം ലയിച്ചു പോയവര്, ലമൗജൂദ ഇല്ലല്ലാഹ് ലമഖ്സൂദ ഇല്ലല്ലാഹ് ലമത്ലൂബ ഇല്ലല്ലാഹ്. ല്ലേ അങ്ങനെയാണല്ലോ. മഹാനായ അമ്പംകുന്ന് വീരാനൗലിയ ഉപ്പാപ്പ ഉറൂസ് നടന്നു തോന്നുന്നു, മഹാനാണ്, കേരളം കണ്ട ഏറ്റവും വലിയ മഹാനാണ്. അജ്മീർ ഖാജിയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന മഹാനാണ്. അജ്മീർ ഫക്കീർ എന്ന പരാഭിനാമത്തിൽ അറിയപ്പെട്ട മഹാനാണ് മഹാനായ അമ്പംകുന്ന് വീരാനൗലിയ ഉപ്പാപ്പ. പൊട്ടച്ചിറയിൽ മറവിട്ട് കിടക്കുന്ന ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹായും അവരുടെ ഭർത്താവും മുസ്ലിമായത് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തത് മഹാനായ അമ്പംകുന്ന് വീരാനൗലിയ ഉപ്പാപ്പയാണ്. മഹാനവറുകൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. ആർക്ക്? ഈ പൊട്ടച്ചെറിയിൽ മറവിട്ട് കിടക്കുന്ന പെണ്ണിന്. പിന്നീട് ഫാത്തിമ എന്ന പേരിൽ അറിയപ്പെട്ടു. ഷഹാദത്തിന്റെ കലിമ ചൊല്ലി മുസ്ലിം ആവലോടുകൂടി ആ പെണ്ണ് പിന്നെ നേരെ ഓടിയത് കാടിലേക്കാണ്. അവിടെയുള്ള പാറപ്പുറത്ത്, പാറന്റെ അകത്ത്, പാറക്കകത്തുള്ള ഗുഹയിൽ കയറി അള്ളാഹുവിന്റെ ഇബാദത്തിലാണ്, നിസ്കാരത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അവർ പിന്നെ ലോകമറിയപ്പെട്ട മഹതിയായി, കശ്ഫ് കറാമത്ത് കൊണ്ട് ലോകമറിയപ്പെട്ടവരായി. ഇന്നും അതാ ലക്ഷങ്ങളുടെ പ്രതീക്ഷയാണ്. പൊട്ടച്ചിറ അൻവരിയ കോളേജിന്റെ ഭൂമുറ്റത്തന്തി ഉറങ്ങുന്നു. 10,000-കണക്കിന് ആൾക്കാർ ദിവസവും അവിടെ സിയാറത്ത് ചെയ്യുന്നു. ജാതി മത വ്യത്യാസമില്ലാതെ സർവരുടെയും പ്രതീക്ഷയാണ് ആ ഉമ്മാക്ക് ഷഹാദത്തിന്റെ കലിമ ചൊല്ലിക്കൊടുത്തയാളാണ് മഹാനായ അമ്പംകുന്ന് വീരാനൗലിയ ഉപ്പാപ്പ. ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ഇനി ചരിത്രം കേട്ടിട്ടില്ലെങ്കിൽ കുറച്ച് അതും പഠിക്കുകയും വേണം. കാലി സീരിയലും ധാരാവാഹിയും നോക്കിയിട്ട് ഡിങ്കന്റെ കഥയും മറ്റേ കാർട്ടൂണും നോക്കിയിട്ട് ഇങ്ങനെ സമയം കളയേണ്ടതല്ല. അങ്ങനെയുള്ള മഹാന്മാരുടെ ചരിത്രങ്ങളെല്ലാം തേടിപ്പിടിച്ച് സെർച്ച് ചെയ്ത് യൂട്യൂബിലെല്ലാം പോയി, അല്ലെങ്കിൽ ബന്ധപ്പെട്ട നല്ലവരായ ആലിമീങ്ങളെ പുസ്തകങ്ങളും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മഹാന്മാരെ പഠിക്കണം. മഹാന്മാരെ പഠിച്ചിട്ട് അവരെ പിടിക്കണം. കസാര ബാക്കിന്ന് കിട്ടണമെന്നില്ല, ബാക്കിന്ന് വന്നവരെ അവർക്ക് ചില പിരിസത്തിൽ ചെല്ലിയിട്ട് എതിർല കാലുള്ളവരോട് ഇരുത്തിനെന്നല്ല ഉണ്ടായി. ഡേ നൈറ്റ് മാച്ച്, ഫുട്ബോൾ മാച്ച് എല്ലാം ആണെങ്കിൽ നമ്മൾ വിളിക്കൊന്നുണ്ടായിട്ടില്ല. അവർ എന്നെ വന്നിട്ട് കുത്തിരി കെട്ടിയേന് കാണുന്നില്ല, ചിലപ്പോൾ ഈടനെ പറ്റി കെട്ടിയേന്. ഇത് പിന്നെ വേലിന്റെ സദസ്സല്ലായതുകൊണ്ട്, സ്വർഗത്തിന്റെ തോപ്പായതുകൊണ്ട്, മലായികത്യങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സായതുകൊണ്ട് നമുക്ക് കുറെ വട്ടം വിളിക്കേണ്ടിയും വരുന്നത്. ഇനി വിളിച്ചിട്ട് ഇപ്പൊ എല്ലാവരും അങ്ങനെ കയറി വരുന്നുമില്ല. അതിനൊരു തൗഫീക്കും പോകണമല്ലോ. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, നിങ്ങൾ ബേജാറാവാതിരിക്കുകയും വേണ്ട, നിങ്ങളെ സുഖിപ്പിക്കുന്നുമില്ല. അല്ല, അതിന്റെ ആവശ്യമില്ല. അല്ലേ ഉള്ളതുള്ള പോലെ ചെല്ലണമല്ലോ. ഏതായാലും ഒന്ന് കയറിയിരിക്കുക. കുറച്ചതൊരു പാങ്ങില്ല മജ്‌ലിസിൽ. മലായികത്യങ്ങളുണ്ട് നിങ്ങളെ ഇടതും വലുതുമെല്ലാം. നിങ്ങൾ കുറച്ച് കയറിയിരുന്ന ബാക്കിന്ന് വരുന്നവർക്ക് സൗകര്യമാവും. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. ഒരു മജ്‌ലിസിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ സൗകര്യം ചെയ്തു കൊടുക്കണോ? കസാര എതിർക്കൊണ്ടിരണ്ട,
സംഘാടകർ കസാര ചെയർ എവിടെ വെച്ചു അവിടെ തന്നെ നിങ്ങ മാത്രം എത്രക്ക് വന്നെങ്കിലായി. അല്ലാഹു നാളെ സ്വർഗലോകത്തും ഞങ്ങളെ എല്ലാവരെക്കാളും മുന്നേ എത്തിക്കട്ടെ, ഹിസാബില്ലാതെ എത്തിക്കട്ടെ. സ്വർഗത്തിലേക്ക് മുൻകടന്നു പോകുന്ന സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഞങ്ങളെ ചേർക്കട്ടെ. മനസ്സിലാകുന്നല്ലേ? നിങ്ങക്ക് തിരിയുന്നില്ലേ? നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ച് തരാൻ പറ്റേ? എന്റെ കൂടെ ഇല്ലേ? ഒരു ബസ് തലല്ലാട്ടണോ അല്ലേ? നന്നം വേണ്ട. നിങ്ങൾ എൻ്റെ ഒക്കെ പോകണമെന്ന് എനിക്ക് അറിയണം. ബായുമ്പോഴത്തിന് ഇങ്ങനെ കേട്ടിട്ട് പോകുന്നത് ഉപ്പന്തരന്റെ പാട്ടൊന്നും അല്ല. തിരിയുന്ന എനിക്ക് ചില നാട്ടിലുണ്ട് ചില മനുഷ്യന്മാർ എന്ത് പറഞ്ഞെങ്കിലും തിരിയല്ല. അങ്ങനത്തെ കുറെ കോമുണ്ട്. നിങ്ങൾ ആ കൂട്ടത്തിൽ പേടല്ല. എന്ത് പറഞ്ഞെങ്കിലും തിരിയാത്തൊരു കോമുണ്ട്. അത് എല്ലാ നാട്ടിലും ഉണ്ട്, എല്ലാ ജാഗലും. എന്തായാലും നിങ്ങൾ എന്താ പറയാ? എന്ത് പിന്നെ അണ്ടൻ, അടകോടൻ, മന്ദൻ എന്നൊക്കെ പറയും നമ്മൾ. നിങ്ങൾ എന്താ പറയാ? ബോളന്മാര്. നിങ്ങല്ല നിങ്ങൾ നിങ്ങൾ നാളെ ക്ലിപ്പ് വന്നിട്ടുണ്ടേ നീ. അല്ല, എന്ത് പറഞ്ഞു തിരിയാത്ത ഒരു സമുദായം അങ്ങനെ ഉണ്ടല്ലോ. എത്ര പറഞ്ഞാലും വെടിപെട്ടാത്ത കോമ ലോകത്തുണ്ട്. പൊതുവേ അങ്ങനെയുള്ള ചില ബോളന്മാരുണ്ട്. പണ്ടൊരിക്കൽ ഏതോ ഒരു ബോളന്മാരെ സമ്മേളനം നടന്നല്ലോ. നിങ്ങ പോയിനാ? അല്ല കണ്ണ ഇല്ലല്ലേ? ഞാൻ പോയിട്ട് അതിന്റെ ആളുമല്ല. ബോളന്മാര് സമ്മേളനം നടക്കുന്നു. മന്ദന്മാരെ എന്നെ നോക്കി ബോളന്മാര് സമ്മേളനം നടക്കുമ്പോ ഏതൊരു ബോളന് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ ചർച്ച എന്തറിഞ്ഞാ ഞങ്ങളിന് ബോളന്മാരും എല്ലാം കയ്യാലാന്ന്. പിന്നെ ബോളന്മാർ നല്ലാണ്ട് വിരുദ്ധയിലിട്ടി. എന്നാലും അവർക്കതൊരു ബേജാറ് തന്നെയല്ലേ? പരമബോളനായി എന്നെ നോക്കിയിട്ട് ആരെങ്കിലും ഒരാൾ ബോള അസ്സലാമു അലൈക്കും ജനങ്ങൾക്ക് എത്ര ബേജാറാവും? തിരിച്ചിട്ട് വാലൈക്കും സലാം ചെല്ലോ, അല്ല വേറൊന്നും ചെല്ലോ. അപ്പൊ ഏതായാലും ഓർക്കുണ്ടാ ബേജാറ്. അപ്പൊ തൽക്കാലം ഓർക്ക് ആ പേര് ഇപ്പൊ മാറ്റണം. ഞങ്ങളിന് മേലാൽ ബോളന്മാരും എല്ലാം കയ്യാല. ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടിയല്ല. അതിന് അവർക്ക് ഒരു കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ബോംബെന്നാ, മഹാരാഷ്ട്ര പൂനെ ഒരു മഹാബോളിനെ കൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്താൻ. ബോളന്മാർക്ക് പ്രസംഗിക്കുന്ന ആൾ മഹാബോൾ ഡബിൾ ബിരുദുള്ള ആളാണ്ട് നടന്നു. അങ്ങനെ ഈ സമ്മേളനത്തിനൊരു ചങ്ങായി പോകുന്നുണ്ട്. അതിനാചാർ സമ്മേളനത്തിന് പോകുമ്പോ ഈ ചങ്ങായി ജസ്റ്റ് ഒരു പിന്നെ ഈ എസ് ഡി ബൂത്തിലേക്ക് പോകുന്ന എസ് ഡി ബൂത്തിന്റെ ആള് കണ്ടിട്ട് നമുക്ക് കേട്ടോലെ ഏടെ പോകുന്നേറാൻ. അപ്പൊ പറഞ്ഞോലോ ഞങ്ങളെ സമ്മേളനം ഉണ്ട് ഇന്ന് അങ്ങനെ പോകുന്നതെന്ന്. എന്ത് സമ്മേളനം? ഞങ്ങൾ ഇനി മേലാൽ ബോളം മാറും ചൊല്ലങ്ങാല. ഞങ്ങൾ ബോളം മാറുന്നതല്ല, ഞങ്ങൾക്ക് പറഞ്ഞെങ്കിലും തിരിയലുണ്ട്. തിരിയുന്നുണ്ടെങ്കിൽ നിങ്ങളെ ബോളം മാറുന്ന ആരും ചെല്ലല്ല. പക്ഷെ നിങ്ങൾ കുറെ തിരിയാത്ത പോലെ കളിക്കുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു. നിങ്ങൾ ബോളം മാറുന്ന ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങളെ ബോളം മാറി ചൊല്ലിക്കൊണ്ടേ പോകണോ, ഞങ്ങൾക്ക് കൂലിയൊന്നും ഇല്ല. ഇല്ല അത് നിങ്ങൾ പറയിപ്പിക്കുന്നതാണ്. അങ്ങനെ അയാൾ പറഞ്ഞു ഞങ്ങൾ ബോളം മാറുന്നല്ല. അപ്പൊ ആ എസ് ടി ഡി കൂത്തുകാരൻ ചെല്ലുമല്ലോ, നിങ്ങൾ ബോളം മാറല്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങൾ കമ്മിറ്റി കിടക്കുക, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബോളം മാറല്ല എന്ന് ഇപ്പൊ ഞാൻ നിങ്ങളുടെ ടെസ്റ്റ് ഞാൻ ഒരു ചോദ്യം ചോദിക്കും, ആൻസർ ചെയ്യലാണോ? എന്ത് ചോദ്യം? എന്റെ ഉപ്പാക്ക് 2 മക്കൾ. എന്റെ ഉപ്പാക്ക് 2 മക്കൾ. ഒരാള് ദുബായിൽ, പിന്നെ ഒരാൾ ഏടുണ്ട്. അപ്പൊ ഈ ബോളം പറയുന്നല്ലോ, പിന്നെ ഒരാളപ്പൊ ഏടുണ്ട്. തിരിഞ്ഞെങ്കിൽ ഇല്ല, ഈടും തിരിയാത്തവരുണ്ട്. കണ്ട അപ്പൊ സമ്മേളനത്തിന് പോണ്ടി വരും മിക്കവാറും. എസ് ടി ബൂത്തുകാരൻ കേൾക്കുന്നെന്തറിയോ? എന്റെ ഉപ്പാക്ക് 2 മക്കോ, ഒരുത്തൻ ദുബായിലുണ്ട്, പിന്നെ ഒരുത്തൻ ഏടുണ്ട്. അപ്പൊ ഈ ബോളം പറയുന്നല്ലോ ഏടുണ്ട്. കൊറേ ആലോചിച്ചിട്ടും പറഞ്ഞല്ലോ ഒക്കെ അറിയില്ല. അപ്പം പറഞ്ഞല്ലോ എസ് ടി കാരന് അത് ഞാനല്ലേ അങ്ങനെ ഇപ്പൊ ഉറപ്പിച്ചില്ല നീ ബോളം ഏൽറ്റ്. പിന്നെ ഞങ്ങൾ ബോളല്ല പോയി സമ്മേളനത്തിന് ഓടിയിട്ട് വാന്ന്. അങ്ങനെ പോയി സമ്മേളനത്തിന് തന്നെ പോയിട്ട് ആടൊക്കെ എത്തുമ്പോൾ തന്നെ മുഖ്യ പ്രഭാഷണം നടത്താൻ. മഹാബോളം അങ്ങനെ പ്രസംഗിക്കുന്നതിന് പിന്നെ ഓന്ത വരുമ്പോ എന്തോ ബ്ലോക്ക് ആയി തോന്നുന്നു. എന്താണെന്നറിയില്ല, ലേറ്റായിട്ട് മോൻ അർജന്റായി. അങ്ങനെ പോകണമെന്നുമായി, തിരിച്ചു വേഗം പോകണമെന്നായി. അങ്ങനെ വന്ന പാടെ ഇല്ലല്ലോ, എനിക്ക് കൂടുതൽ പ്രസംഗിക്കാനൊന്നും സമയമില്ല. ഏതായാലും നിങ്ങളിൽ ഇവിടെ കൂടിയ ആൾക്കാർക്ക് പലർക്കും ബുദ്ധിയുണ്ട്. ബോളന്മാരല്ല മനുഷ്യന്മാർ ഞങ്ങളെ വെറുതെ ബോളിനാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബോളന്മാരല്ല എന്നിപ്പോ ഞാൻ തെളിയിക്കാം. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ ആൻസർ ചെയ്യണോ? ആ ചങ്ങയും കേട്ട ഇതേ ചോദ്യം തന്നെ. എന്ത് ചോദ്യം? എന്റെ ഉപ്പാക്ക് 2 മക്കോ, ഒരുത്തൻ അബുദാബിയിലുണ്ട്, പിന്നെ ഒരുത്ത ഏടുണ്ട്. ആടെ കൂടിയ ഒറ്റൊരു ബോളന്മാരോ ആൻസർ ഇല്ല. അവിടെ 212 ബോളന്മാരുണ്ട്. മഹാസമ്മേളനം ചെറുതൊന്നുമല്ല. ഒരാളും ആൻസർ ആർക്കും അറിയില്ല. പിന്നെ ഒരാളും ഒറ്റ സ്റ്റേജിലുണ്ട്, ഓനെ മഹാബോളം. പിന്നെ അപ്പൊ ഈ എസ് ടി ബൂത്തിൽ വന്ന് പോയ ആളില്ലേ? ആ ചങ്ങ പറഞ്ഞല്ലേ സാറേ ഇടയ്ക്ക് ആൻസർ ഞാൻ പറയാം.
എനിക്കറിയൂ നിങ്ങൾ കേട്ട ചോദ്യത്തിന്റെ ആൻസർ. എനക്കറിയോ നിങ്ങൾ ഉപ്പാക്ക് 2 മക്ക, ഒരുത്ത ഏടുണ്ട്, പിന്നെ ഒന്ന് നിങ്ങൾ പിന്നെ ഒരുത്ത ഏടുണ്ടെന്നല്ല നിങ്ങൾ കേട്ടെ. അതിന്റെ ആൻസർ ഞാൻ ചല്ല. അപ്പൊ അവൻ പറഞ്ഞാൽ ചല്ലിക്ക അവിടെ തന്നെ ചലിക്കുന്നു. അപ്പൊ അവൻ പറഞ്ഞാല് ഇടുന്ന് വെച്ചാല സ്റ്റേജിന് ചെല്ലണം. എസ്റ്റേഡ് ബൂത്തില് ജല്ലി ഒരു അനുഭവം ഉണ്ടോ? അപ്പൊ ആ ഒരു ഗ്രിപ്പിൽ വന്നോ ഞാൻ ഈ സ്റ്റേജിനെ ചെല്ലോ അത്ര ഈടനെ ചെല്ല്. അങ്ങനെ അവനെ വിളിച്ച് സ്റ്റേജിൽ തിരിച്ചിട്ട് കേട്ടോലോ എന്റെ ഉപ്പാക്ക് 2 മക്ക, പിന്നെ ഒരു അബുദാബിയിലുണ്ട്, പിന്നെ ഒരു തേടുണ്ട്. അപ്പൊ ചെന്നല്ലോ ഒരു എസ്റ്റേഡ് ബൂത്തിലുണ്ട്. ചുരുക്കത്തില് ഇപ്പോഴും പൊട്ടിയിട്ടായിന്. അതങ്ങനെ പോവും. അങ്ങനത്തെ കുറെ കോമുണ്ട്, എന്ത് പറഞ്ഞാലും തിരിയാത്ത കോമ. അവരോട് പിന്നെ കൂടുതൽ വയല് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മതം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കഫാ ബിൽ മർഇ വഅലൻ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ബോധമുണ്ടാകാൻ, അവൻ നന്നാകാൻ, അവൻ ചിന്തിക്കാൻ, അവനെല്ലാം കൊണ്ട് മാറാൻ അവന് പറ്റിയ ഏറ്റവും നല്ല ഉപദേശമാണ് മരണം. മരണമാകുന്ന സത്യം അത് ഒരാള് കണ്ടു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിനെപ്പറ്റി ഒരാൾ ഓർത്തുപോയാൽ അതയാൾക്ക് ഏറ്റവും വലിയ ഉപദേശമാണ്. അതയാൾക്ക് ഏറ്റവും നല്ല ഉപദേശമാണ്. നന്നാവണമെന്ന് ചിന്തിക്കുന്നവന്, മാറണമെന്ന് ചിന്തിക്കുന്നവന്, തെറ്റുകുറ്റങ്ങളിൽ നിന്നിട്ട് പിന്തിരിയണമെന്ന് ചിന്തിക്കുന്നവന്, അല്ലാഹുവിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവന്, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരസഹായമില്ലാത്ത പരകോടി ജനങ്ങളുള്ള പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവര് അവന് ഒറ്റ ഒരു ഉപദേശം മതി, വയലായിട്ട് പ്രഭാഷണമായിട്ട് മരണമെന്ന കാര്യം. മരണത്തെ ചിന്തിച്ചാൽ ആരും നന്നാകും, മരണത്തെ ഓർത്തുകൊണ്ടിരുന്ന ആളാരും നന്നാകും. മരിക്കണമല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടതല്ലേ. ഞങ്ങൾക്കാണെങ്കിലോ ആ ചിന്തയില്ല. മുഴുകിളവനായിട്ട് പോലും, മുഴുവൃദ്ധനായിട്ട് പോലും, 80, 85, 95 കഴിഞ്ഞിട്ട് പോലും അയാൾ ഇപ്പോഴും ഓടുകയാണ് തോട്ടം മേങ്ങാൻ, അല്ലേ? ഇപ്പോഴും ഓടുകയാ സമ്പാദിക്കാൻ, ഇപ്പോഴും ഓടുകയാ പരം ഓടി പിടിപ്പിക്കാൻ, ഇപ്പോഴും വാങ്ങുകയാ, ഇപ്പോഴും ഓടുകയാ നല്ലൊരു മുന്തിയ വാഹനം വാങ്ങാൻ. തെറ്റല്ല, പക്ഷേ മരണമാകുന്ന പ്രതിഭാസത്തെ മറന്നിട്ടാകരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണമാകുന്ന മരണത്തിന്റെ രുചിയെ അനുഭവിക്കും. മരണത്തെ അനുഭവിക്കൂ എന്നല്ല അല്ലാഹു പറഞ്ഞത്, മരണത്തെ അനുഭവിക്കൂ എന്നല്ല അല്ലാഹു പറഞ്ഞത്. ദായിഖത്തുൽ മൗത്ത്, മരണമാകുന്ന രുചിയെ, മരണത്തിന്റെ രുചിയെ, മരണമാകുന്ന രുചി അനുഭവിക്കാത്ത ഒരു വേള നല്ല ആസ്വാദകരമായ നിലക്ക്, അതല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഭീകരമായ വേദനിപ്പിക്കുന്ന നിലക്ക് അതനുഭവിക്കാതെ ലോകത്താരും ബാക്കിയാവില്ല. നിങ്ങൾ ചെയ്ത സകലമാന പ്രവർത്തനങ്ങളുടെയും പ്രതിഫലം ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളിൽ നൽകപ്പെടുന്നതാണ്. കത്തിയാളുന്ന നരകത്തിന്റെ ആഘാത ഗർത്തത്തിൽ നിന്ന് ഒരാൾ ഒഴിവായി പോയാൽ, അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു പോയാൽ, ശാശ്വതമായ കാലാകാലം ജീവിക്കേണ്ട അവർണ്ണനീയമായ അനുഗ്രഹീതമായ സുഖലോക സ്വർഗത്തിലേക്ക് ഒരാൾക്ക് ചാൻസ് കിട്ടിയാൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു കേട്ടോ. സ്വർഗത്തിൽ നിന്നുള്ള മോചന, നരകത്തിൽ നിന്നുള്ള മോചന, സുഖലോക സ്വർഗത്തിലേക്കുള്ള പ്രവേശനം, അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയമാണ്. എന്നിട്ട് അല്ലാഹു ഒരു യാഥാർത്ഥ്യം പറയുന്നു, അല്ലാഹു ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു. തിരിച്ചപ്പെട്ട ഉമ്മ, നല്ലവളായ പെങ്ങള്, എന്റെ വാല് കേൾക്കുന്ന മുസ്ലിമ്, അല്ലാഹു കൃത്യമായി പറയുകയാണ്, വമൽ ഹയാത്തുദ് ദുനിയാ, വമൽ ഹയാത്തുദ് ദുനിയാ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുന്യവിയായ ജീവിത, ഐഹികമായ ഭൗതികമായ ദുന്യവിയായ ഈ ജീവിത, ഈ പ്രപഞ്ചത്തിലെ ദുന്യവിയ ഈ ജീവിത ഇല്ലാ മതാഉൽ ഗുറൂർ, അത് ചതിയാലുള്ള ജീവിതമാണ്. ചതിയുടെ ചരക്കാണ്, വഞ്ചനയുടെ ചരക്കാണ്. അതിന്റെ ബാക്കിന്ന് കൂടണ്ട, അതിന്റെ പിന്നാലെ പോകണ്ട. ഖുർആനാണല്ലോ,
കുല്ലു മൻ അലൈഹാ ഫാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ. എല്ലാം മരിക്കും, എല്ലാം ഒടുങ്ങും, എല്ലാം നശിച്ചു പോകും. ഈ ലോകത്തിൽ നിന്ന് നാമാശേഷമാകും. വയബഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കാരുണ്യവാനായ ഔദാര്യവാനായ രാജാതിരാജനായ ജഗന്നാഥനായ ജഗദീശ്വരനായ അല്ലാഹു മാത്രമേ ലോകത്ത് ബാക്കിയാവൂ. പിന്നെ എല്ലാം നശിച്ചൊടുങ്ങുന്നതാണ്. ആരും ഇവിടെ ബാക്കിയാവില്ല. എല്ലാം എല്ലാം അങ്ങനെ മരിച്ചു പോകുമ്പോ, നശിച്ചു പോകുമ്പോ മനുഷ്യരായ ഞാനും നിങ്ങളും നാൽക്കാല മൃഗങ്ങൾ ചത്തുടങ്ങിയതുപോലെ, പക്ഷിപ്പറവകൾ ശ്വാസം മുട്ടി ചത്തുപോയതുപോലെ, മറ്റുള്ള ജീവജാലങ്ങൾ കരിഞ്ഞുടങ്ങിയതുപോലെ മരിക്കേണ്ടവരല്ല. ഞങ്ങള് മരിക്കുമ്പോ പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഞങ്ങളോട് വളരെ കൃത്യമായി പറഞ്ഞു. പിന്നെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങളും മരിക്കരുത്. നാൽക്കാല മൃഗങ്ങൾക്ക് എങ്ങനെയുമാകാം, ഇവിടെയുള്ള ആടുമാട് ഒട്ടകങ്ങൾക്ക് എങ്ങനെയും ചത്തൊടുങ്ങാം. അവർക്ക് പരലോകത്ത് അങ്ങനെ ഭീകരമായ ഹിസാബും കാര്യമില്ലല്ലോ, ഇല്ലല്ലോ. അവരോട് അല്ലാഹു പറയും എല്ലാ കാര്യങ്ങളും അവർ ഒരുമിച്ച് കൂട്ടിയിട്ട്, അവർക്ക് പരസ്പരമുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ഒരാളെ ആക്രമിച്ചുവെങ്കിൽ മറ്റവന് തിരിച്ചു കൊടുത്തിട്ട് അല്ലാഹു അവരോട് പറയുകയാണ്, കൂനൂ തുറാബാ, നിങ്ങൾ മണ്ണോട് ചേർന്നോളൂ. അവരുടെ ഹിസാബ് തീർന്നോ, അവരുടെ പരലോക കാഴ്ച തീർന്നോ. എന്നാൽ മനുഷ്യരാകുന്ന ഞങ്ങൾ അങ്ങനെയല്ല. പരലോകമാകുന്ന ജീവിതത്തിലേക്ക് ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ജീവിതം തുടങ്ങുന്നത് എപ്പോഴാണ് അല്ലേ? ഞങ്ങളുടെ ജീവിതം എപ്പോഴാണ്? ഞങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭപ്പോ മരണം ആരംഭമാണ്, മരണം അവസാനമല്ല. ആരുമാകട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഏത് ജാതിയാവട്ടെ, മരണത്തോടുകൂടി ഒരാൾ അവസാനിക്കുകയല്ല, മരണത്തോടുകൂടി ഒരാൾ ശാശ്വത ലോകത്തിന്റെ ആ ജീവിതം ആരംഭിക്കുകയാണ്. ഗർഭാശയം വിട്ടതു മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സോദര കബറാണ്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര അതങ്ങനെ ചെന്നിട്ട് ഇടക്കര കബറിലെത്തും. കബറിലെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ലാൻഡിംഗ് ആണ്, ഒരു ഇന്റർവെല്ലാണ്, ഒരു ബർസഖിയായ കാലമാണ്, തൽക്കാലം ഒരു ഇടവേളയാണ്. അതിന്റെ അപ്പുറം അതാ തുടരുന്നു. അതാണ് പരലോക ജീവിതം. അവിടെ മരണമില്ല, പരലോകത്ത് അവസാനമില്ല. നരകത്തിലായാലും സ്വർഗത്തിലായാലും അവിടെ അവസാനമില്ല. അവിടെയുള്ളവരുടെ പ്രായം കൂടാനോ കുറയാനോ ഇല്ല. അല്ലാഹു ഞങ്ങളെ പരലോകം ബസുരമാക്കട്ടെ, ഞങ്ങളെ പരലോകം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അപ്പൊ ആ പരലോകം സന്തോഷകരമാകണമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കുന്ന നേരത്ത് ഞങ്ങളെ മരണം ഈമാനോട് കൂടിയാകണോ, ഷഹാദത്തിന്റെ കലിമ ചൊല്ലിയിട്ടാകണോ, സജ്ജനങ്ങൾ മരിച്ചതുപോലെ മരിക്കണോ. അതിനെന്താണ്? ഈ ദുന്യവിയായ ലോകത്ത് ഞങ്ങൾ അമല് ചെയ്യണോ. ഇത് കൊല്ലത്തൊരിക്കൽ നടക്കുന്ന വയലിന്റെ ടൈമിൽ വന്നിട്ട് ഒരു ഉറൂസിന്റെ ടൈമിൽ വന്നിട്ട് ഒരു വയൽ കേട്ടിട്ട് പോയെങ്കൊന്നും ആരും സ്വാലിയാന്നില്ല. ഓ ഇപ്പൊ പിന്നെ വയല് ചക്കപ്പൊക്കല്ലേ, വയലിപ്പേട കമ്മിയുള്ള വയലിനൊന്നും കുറ്റം പറയുന്നില്ല. ഇല്ലേ, ഇഷ്ടം പോലെ വയല്, വേണ്ടിയ ആൾക്കാർക്ക് വേണ്ടിയ വയല് ഇല്ലേ. ഇനി ചില മനുഷ്യന്മാരുടെ അഭിപ്രായത്തിൽ അത് ഞങ്ങളെ പാർട്ടിന്റെ വയല്, ഇത് ഞങ്ങളെ പാർട്ടിന്റെ വയല്, അത് കേൾക്കാൻ വേണ്ടിട്ട് ഓഹോ ചക്കപ്പൊക്ക അവസാനം എന്ത് കിട്ടിയില്ല, ചില അവസാനം JCB കയറിയിട്ടാ വയലാക്കാൻ പോയില്ല. വയലും കേട്ടിട്ട് വന്നിട്ട് രാത്രി 12:55 ഉറങ്ങിയും സുബഹിക്ക് 11:10 എണീച്ച. എണീക്കുന്നില്ലേ? മണി 11:10. ഞാൻ വയലിന് പോയിട്ട് വന്നറാ. നീ എന്തിനാ വയൽ? നിനക്ക് യാത്രക്ക് പോകാഞ്ഞല്ലേ? സുബഹി നിസ്കരിക്കാണ്ട് നീ ഉറങ്ങിയിട്ട് നിനക്കെന്ത് വയല്? നിനക്കെന്ത് വയല്? നീ എന്തിനു വയല കേട്ടോ? ഉറക്കം കൊണ്ട് ചിലപ്പോ ലാഭം, മനഃപൂർവ്വം അല്ല, ചിലപ്പോ ഉറക്കം ഒരു ഉദറാണല്ലോ അല്ലെ. ഒരു മനുഷ്യനെ നിസ്കാരത്തെ സമയത്തെ തൊട്ട് പിന്തിക്കപ്പെടുന്ന കാരണങ്ങളിൽ മൂന്ന് കാരണങ്ങളിൽ, 3 4 മറന്നുപോയി, 3 കാരണങ്ങളിൽ ഒന്നാണ് ഉറക്ക്.
അല്ലാതെ കണ്ട നിസ്കാരം കലാക്കാൻ പാടില്ല. സമയത്തോട് സമയം, സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് നിസ്കാരം. ഒരു എക്സ്ക്യൂസും ഇല്ല, ഒരു എക്സ്ക്യൂസും ഇല്ല. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. കൃത്യമായി സമയത്തോട് സമയം നിർബന്ധമാക്കപ്പെട്ടതാണ് നിസ്കാരം. കലാക്കരുത്. കാരണം കൂടാതെ പറയപ്പെടുന്ന ഒരാള് നിസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് തെറ്റിച്ചു പോയാൽ അയാൾക്ക് കുറ്റമുണ്ട്. അതോടൊപ്പം ആ നിസ്കാരം വീണ്ടെടുക്കുകയും വേണം, ഖലാ വീട്ടുകയും വേണം. കാരണമുണ്ടെങ്കിൽ തെറ്റില്ല, എന്നാലും ഖലാ വീട്ടണോ. ഒന്ന് വറക്ക്, പിന്നൊന്ന് മറവി, പിന്നൊന്ന് ഹലാലായ യാത്ര. ഏത് യാത്ര? പുത്തൂർക്ക് പോകുന്ന യാത്ര അല്ല, 132 കിലോമീറ്ററാണ്. 132 കിലോമീറ്റർ പോകുന്ന ഹലാല യാത്ര ആണെങ്കിൽ ആ യാത്ര ഹലാലാണെന്ന് മാത്രം. അത് ടൂർ പോകുന്നു മോശമൊന്നുമില്ല, ഹലാലാണത്. അതേസമയത്ത് ആടെ ഏതോ ഒരു ഇങ്ങനെ ചെന്ന് കേട്ടു, ആടെ എന്തോ ഇതുണ്ട്, കച്ചവടത്തിന് എന്തോ ഉണ്ടോ, അതിന് പോലീസിന് ടാക്സി ഒന്നും വേണ്ട, മെല്ലെ അറിയാണ്ട് കൊണ്ടു നിങ്ങളുടെ കൊണ്ടുവരാമോ, 400 കിലോമീറ്റർ പോന്നോ. ഹറാമിന്റെ യാത്രയാണത്. ലീഗളായിരിക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഹലാലാക്കണമെങ്കിൽ ലീഗളാവണല്ലോ. ഇരിക്കട്ടെ, കാരണങ്ങൾ കൂടാതെ നിസ്കാരം. നമ്മൾ എപ്പോഴും കുറിക്ക് നിസ്കരിച്ചാലോ, നോമ്പ് നോറ്റാലോ ഇല്ല, ഞങ്ങളെ കയ്യിൽ അമലില്ല, ഞങ്ങളെ കൽബ് ശുദ്ധമല്ല, ഞങ്ങളെ ഇടപെടലും ഇടപാടുകളും ഒന്നും കൃത്യമല്ല, നേരെയല്ല, അല്ലാഹ് പറഞ്ഞ രൂപത്തിലല്ല. എന്നാൽ അവന്റെ മരണം ഭയാനകമാണ്. മുഅ്മിനായ മനുഷ്യന്റെ മരണമോ സുബ്ഹാനല്ലാഹ്, മുത്തുനബി തങ്ങൾ പറഞ്ഞല്ലോ, മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന നേരം സുന്ദരനായ സുമുഖനായ രൂപത്തിൽ, ചെറുപ്പക്കാരന്റെ രൂപത്തിൽ മലായികത്തീങ്ങൾ ഇറങ്ങുന്നു, കൂടെ അസ്റായീൽ ഇറങ്ങുന്നു. നല്ലവനായ മനുഷ്യന്റെ റൂഹിനെ അങ്ങനെ എടുക്കുകയാണ്. തേന് കുപ്പിയിൽ വീണ നൂല് പോലെ, അതല്ലെങ്കിൽ കൂജയിൽ നിന്നിട്ട് നല്ല മയമായ രീതിയിൽ ഒഴുകുന്ന വെള്ളം പോലെ അവനറിയാതെ മറ്റു മാലാകമാർ അവന്റെ രൂഹിനേതാ പിടിക്കുകയാണ്. അതങ്ങനെ എടുത്തെടുത്ത് ഏകദേശം തൊണ്ടക്കുഴിയിലേക്ക് എത്താറായ നേരം അസ്റായീൽ ഏറ്റുവാങ്ങുന്നു. അതിന്റെ പുറം അസ്റായീൽ കൊണ്ടുപോകുന്നു. അയാളറിയില്ല, അയാള് കാണുന്നത് ഒന്ന് മാത്രം, സ്വർഗലോകമാ, മായാലോകമാ, മനോഹരമായ ലോകമാ, ഹൂറുള്ളീങ്ങളാകുന്ന തരുണീമണികളെയാ, അള്ളാന്റെ കാരുണ്യത്തെയാ, അവന് നാളെ സ്വർഗത്തിൽ കിട്ടുന്ന ഇരിപ്പിടത്തെയാണ് കാണുന്നത്. നല്ലവന്റെ മരണം അങ്ങനെയാണ്. അയാൾക്ക് വേദനയില്ല, അയാളെ വേദനയും ഒരു വേള അയാൾക്കത് സന്തോഷകരമാണ്. മരണത്തിന് വേദനയുണ്ട് എന്നത് ഉറപ്പാണല്ലോ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നലിൽ മൗതി ലസക്കറാത്ത്. മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. മരണത്തിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമുള്ള വേദനയുണ്ട്. മരണത്തിന് വല്ലാത്ത നൊമ്പരമാണ്, വല്ലാത്ത പിടിത്തമാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഒരു വേള മരണമാലാകമാർ, അസ്രായേലിന്റെ കൂട്ടാളികളായ മാലാകമാർ ആ മരിക്കുന്നയാളെ എങ്ങാനും പിടിച്ചു വെച്ചില്ലായിരുന്നുവെങ്കിൽ അയാള് ഭൂമിയുടെ അറ്റം കാണും വരെ ഓടുമായിരുന്നു, വേദന കൊണ്ട് ഓടുമായിരുന്നു, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുമായിരുന്നു. മരണമാലാകമാർ അയാളെ പിടിച്ചു വെച്ചത് കൊണ്ട് അയാൾക്ക് ഓടാനാവില്ല. സുബ്ഹാനല്ലാഹ്, വേദന കൊണ്ട് മരിക്കുന്നവരവസ്ഥ അല്ലാഹ് ഞങ്ങളെ കാക്കട്ടെ. തെമ്മാടികൾക്കുള്ള മരണമാണ്. ഈ ലോകം കണ്ട ഏറ്റവും നല്ലവരിൽ നല്ലവരായ, ഈ ലോകം കണ്ട ഏറ്റവും നല്ലവരായ അഷ്റഫുൽ വറാ റസൂലുള്ളാഹ് ഈ ലോകത്തോട് പിരിയുന്ന നേരം തന്റെ 63-ാമത്തെ വയസ്സിൽ ആയിഷ ഉമ്മാന്റെ മടിയിൽ കിടന്നിട്ട് ഈ ലോകത്തോട് പിരിയുന്ന നേരം അവിടുന്ന് ചെറിയ രീതിയിലെ വേദന അനുഭവിച്ചു. അവിടുന്ന് സംസാരിക്കാൻ കഴിയാതെ വന്നു. കൈകൊണ്ട് ആഞ്ഞങ്ക
കാണിക്കാൻ കഴിയാതെ വന്നോ, മിസ്വാക്ക് ചെയ്യാന് പോലും അവിടുന്ന് പ്രയാസം വന്നോ. തന്റെ അറാക്കാകുന്ന ബ്രഷ് പിടിച്ചിട്ട് അതൊന്ന് ബ്രഷ് ചെയ്യാൻ പോലും നബി തങ്ങൾക്ക് കഴിയുന്നില്ല. കോലാടുകയാണ്, ആകെ ബലഹീനമാണ്, ആകെ കുഴിഞ്ഞുപോയ അവസ്ഥയാണ്. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് പറയുന്നത്, ഉലയ്യുനുലക യാ റസൂലല്ലാഹ്, നബിയേ ബ്രഷ് ഞാനൊന്ന് കടിച്ചിട്ട് മയപ്പെടുത്തി തരാം നബിയേ, അതൊന്ന് ഞാൻ സോഫ്റ്റ് ആക്കി തരാം നബിയേ. എന്നിട്ടതാ ആയിഷ ഉമ്മ ബ്രഷ് അങ്ങ് സോഫ്റ്റ് ആക്കി കൊടുത്തു, കടിച്ചിട്ടൊന്ന് മാർദ്ദവമാക്കി കൊടുത്തു. എന്നിട്ട് നബി തങ്ങളെ ബ്രഷ് ചെയ്തു കൊടുത്തു. തൊട്ടടുത്ത പാത്രത്തിൽ നബി തങ്ങളെ കൈയൊന്ന് മുക്കുകയാണ്. എന്നിട്ട് ആ വെള്ളം അതാ തന്റെ മുഖത്തേക്ക് കൊണ്ടുവരാൻ നബി തങ്ങൾക്ക് കൈ പൊന്തുന്നില്ല. വല്ലാത്ത ഒരവസ്ഥ. ഇതാരാണെന്നറിയണം? എന്റെ വയല് കേൾക്കുന്ന പെണ്ണ്, നല്ല മുസ്ലിമേ, ഈ ഒരവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണെങ്കിൽ പാപികളിൽ പാപികളായ, ക്രൂരികളിൽ ക്രൂരികളായ, തമ്മാടിത്തരത്തിന്റെ അങ്ങേയറ്റം കണ്ടവരായ ഞങ്ങളെ മരണം എങ്ങനെയാണ്? അല്ലാഹ് കാക്കട്ടെ. മരണവേദന കൊണ്ട് മുത്തുനബി തങ്ങൾ അങ്ങോട്ടും അറിയുന്നു, ഇങ്ങോട്ടും അറിയുന്നു, അങ്ങോട്ട് ചെരിയുന്നു, ഇങ്ങോട്ട് ചെരിയുന്നു. ആ സമയത്തതാ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ബാപ്പോ സഹിക്കുന്നില്ല ബാപ്പാ, വാ കർബാബാ, എന്റെ വാപ്പാന്റെ വേദന കണ്ടോ, എന്റെ വാപ്പാന്റെ പെടക്കല് കണ്ടോ എന്നവിടുന്ന് പറഞ്ഞ സമയത്ത് മുസ്തഫായ നബി തങ്ങളെ ഫാത്തിമയാകുന്ന പിരിച്ചപ്പെട്ട കരളിന്റെ കരളായ മകളെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് ഹബീബായ നബി തങ്ങള് ആയിഷ ഉമ്മ പറയുകയാണ്, അവിടുത്തെ മടിയിൽ കിടന്ന്, അതല്ലെങ്കിൽ നെഞ്ചത്ത് കിടന്ന് ഈ ലോകത്തോട് റഫീഖുൽ അലാ എന്ന് പറഞ്ഞ് ഈ ലോകത്തോട് വിട പറയുന്നു. അതേ സമയത്ത് തെമ്മാടികളുടെ മരണമോ, കുറ്റവാളികളുടെ മരണമോ, കൂടുതലൊന്നും ഇവിടെ പറയാൻ സമയമില്ലല്ലോ. മരണമാകുന്ന സത്യമെത്തിക്കഴിഞ്ഞാൽ പിന്നെ നന്നാവാം, ഇനി നേരെയാകാം, ഇനി സൽക്കർമ്മങ്ങൾ ചെയ്യാം, ഇനി ഞാൻ കുറച്ചൊക്കെ കറക്റ്റ് ആകാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് പറയും ഞങ്ങൾ, إذا لن يوخر الله نفسا إذا جاء أجلها. ഖുർആനാണല്ലോ. ഖുർആൻ പറയുന്നു, ഞാനും നിങ്ങളും ആ സമയത്ത് അള്ളാഹുവിനോട് പറയുമത്രേ, പടച്ചോനെ കുറച്ചു നേരം കൂടി എനിക്ക് നീ സമയം തരികയാണെങ്കിൽ, എനിക്ക് നീ സമയം തരികയാണെങ്കിൽ ഞാനതാ ഞാൻ സ്വതക്ക കൊടുക്കാം, പള്ളിക്ക് കൊടുക്കാം. പള്ളത്തടക്കത്തെ മഹാന്മാരുടെ ചാരത്ത് നിർമ്മിക്കുന്ന പള്ളി പെണ്ണുങ്ങളെ സിയാറത്തിനും നിസ്കാരത്തിനും സൗകര്യപ്പെടുമാറ് നിലക്ക് ആ ഉണ്ടാക്കപ്പെടുന്ന പള്ളിക്ക് ഞാൻ കൊടുക്കാമെന്നപ്പ പറഞ്ഞിട്ട് കാര്യമില്ല, ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സമയമെത്തിയാൽ ഒരു സെക്കൻഡ് പോലും പിന്നീട് പിന്തിക്കില്ല. എത്ര വലിയവനായാലും, എത്ര വലിയ നല്ലവനായാലും, ഏത് പ്രവാചകനായാലും, ഏത് തെമ്മാടിയായാലും ഇതിനവസരമില്ല. ആരാ ശദ്ദാദ് ബിനാദ്? ശദ്ദാദ് ബിനാദ് ആര്? സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ടയാളാണ്. വലിയ ഭൂലോകമൊട്ടി, ചെറിയ ആളെന്തോ അല്ല. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങ്, നിങ്ങൾ തൗഹീദിലേക്ക് മടങ്ങ്, നിങ്ങൾ ഈമാനിലേക്ക് മടങ്ങ്, എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു നാളെ പരലോകത്ത് സ്വർഗം തരും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലേ? ഇരുന്ന് പറ്റിയ ഇല്ലല്ലോ. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ, തൗഹീദിലേക്ക് മടങ്ങിക്കോ, ഈമാനിലേക്ക് മടങ്ങിക്കോ, ഞാൻ പറഞ്ഞത് സ്വീകരിച്ചോ. എന്നാൽ നിങ്ങൾക്ക് നാളെ പരലോകത്ത്, ശാശ്വതമായ ലോകത്ത്, പരലോകത്ത് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ അക്രമിയായ പണക്കാരനായ അന്നത്തെ ഏറ്റവും വലിയ ഗഡ്സിന്റെ ആളായ ശദ്ദാദ് പറഞ്ഞത് എന്തറിയോ?
നിങ്ങൾ എനിക്ക് സുജൂദ് ചെയ്താൽ, എന്നെ അനുസരിച്ചാൽ ഞാൻ ഈ ലോകത്ത് തന്നെ നിങ്ങൾക്ക് സ്വർഗം തരാ. ഇച്ചങ്ങ എന്ത് പറഞ്ഞേ? സ്വാലിഹ് നബി എന്ത് പറഞ്ഞേ? ഇവൻ പറയാണ്, ആരി ഈ പുള്ളി ഷദ്ദാദ്. നിങ്ങൾ രണ്ടാളെയും ഒരേപോലെ കണ്ടാന്നല്ലേ? ഷദ്ദാദ് പിന്നെ ആദ്യം ചെല്ലുമ്പോ നിങ്ങൊന്നും ഉണ്ടെന്നില്ല, സ്വാലിഹ് നബിയും ചെല്ലുമ്പോ നിങ്ങും ഉണ്ടെന്നില്ല. നിങ്ങൾ വിചാരിച്ച രണ്ടാളും ഒരേ വാട്സപ്പ് ഗ്രൂപ്പിന് മെമ്പർ എന്നാ? മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ടയാളാണ് ഷദ്ദാദ്. അവൻ പറഞ്ഞു, എന്നെ വഴിപ്പെട്ടാൽ, എന്നെ അനുസരിച്ചാൽ, എന്റെ ആളായാൽ, എനിക്ക് സുജൂദ് ചെയ്താൽ, എന്റെ മുമ്പിൽ തലകുണിച്ചാൽ, കുമ്പിട്ടാൽ, ഞാൻ അവർക്ക് ഈ ലോകത്ത് സ്വർഗം തരാ, ഇവിടെ തന്നെ സ്വർഗം തരാ. സ്വാലിഹ് നബി പറഞ്ഞെന്ത്? അള്ളാഹ്ക്ക് സുജൂദിട്ടെങ്കിൽ നാളെ പരലോകത്ത് സ്വർഗം തരാന്നല്ലേ? എനക്ക് സുജൂദിട്ടെങ്കിൽ ഞാൻ ഈടന്നെ സ്വർഗം തരാന്ന്. അതേടെ? ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അതാ സ്വർഗം ഉണ്ടാക്കി. എല്ലാം ഏകദേശം അവന്റെ ഭാവനയിലുള്ള എല്ലാ സുഖവും സൗകര്യവും ഫെസിലിറ്റി, സൗകര്യ സബളത്തു എല്ലാം അതിൽ വെച്ചിട്ട് ചങ്ങായി സ്വർഗം ഉണ്ടാക്കി. എല്ലാം അതിലെ ഒരു കുറെ പെണ്ണുങ്ങളെല്ലാം ഉണർന്നവിടെ കൂട്ടി ഊരുളിങ്ങളാക്കി. ഊരുളിങ്ങളാരി ഓറായി. ഊരുളിങ്ങളെ പോലെ ഒരു പെണ്ണ് ലോകത്തുണ്ടാ? അത് ഉണ്ടാക്കാൻ കഴിയോ? വികാരങ്ങളൊന്നുമില്ലാത്ത ജിബ്രീല് പോലും വികാരജീവികളാണ് മനുഷ്യർ, അല്ലെ? വികാരജീവികളാണ് മനുഷ്യർ. പക്ഷേ അവന്റെ വികാരത്തെ വിവേകം കീഴ്പ്പെടുത്തണം. അതേ സമയത്ത് വികാരജീവികളാണ് മൃഗങ്ങൾ. അവർക്ക് വിവേകമില്ലാത്തത് കൊണ്ട് അവർ കേവലം വികാരജീവികളായിട്ട് മാറി. പക്ഷെ അതേപോലെ മൃഗങ്ങളെ പോലെ മനുഷ്യനാകാൻ പാടില്ല. മനുഷ്യൻ വികാരജീവിയാണെങ്കിലും വിവേകമുണ്ട്. ആ വിവേകം കൊണ്ട് ചിന്തിച്ചിട്ട് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം. അതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. അതേ സമയത്ത് കേവലം വിവേകം മാത്രം, വികാരമില്ല, വിവേകം മാത്രമുള്ള ആൾക്കാരാണ് സൃഷ്ടികളാണ് മാലാഖമാർ. അവർക്ക് വികാരങ്ങളില്ല. കോപമോ സന്തോഷമോ ക്രോധമോ ഒന്നുമില്ല. വികാരം എന്നൊന്നും അവർക്കില്ല. വികാരമില്ലാത്ത മലായികത്തീങ്ങളിൽപ്പെട്ട മഹാനായ ജിബ്രീല് പോലും അവരുടെ മുമ്പല്ലിന്റെ ലങ്കല് കണ്ട് ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട്. ഉരുളിങ്ങള് ആ പല്ലിന്റെ ചന്തം കണ്ടിട്ട് ഹൂറുള്ളീങ്ങളെന്ന് ആ പെണ്ണിനെ ഫുള്ളായിട്ട് കണ്ടിട്ട ആ പെണ്ണിന്റെ മുമ്പല്ലിന്റെ ഒരു ചന്തം, അതിന്റെ ഒരു തിളക്കം ഒന്ന് കണ്ടപ്പോ വികാരമില്ലാത്ത ജിബ്രീല് പോലും അത്ഭുതപ്പെട്ടു പോയി, ആശ്ചര്യപരിതനായി. അല്ലോ ഇതെന്ത്? അപ്പൊ നീ മുറ്റം കണ്ണങ്ങ് എന്താട്ടിയേനി? കൺട്രോൾ കിട്ടില്ല അഞ്ഞല്ലേ. അപ്പൊ ഹൂറുലിങ്ങളാണ് പെണ്ണിന്റെ പല്ല് കണ്ടപ്പോ വികാരമില്ലാത്ത ജിബ്രീല് പോലും ബന്ധപ്പെട്ടു പോയെങ്കിൽ അപ്പൊ ആ ഹൂറുലിങ്ങൾ എന്തായിരിക്കും? ആരായിരിക്കും? ലാ യമുസ്സുഹു ഇൻസുൻ ഖബ്ലഹു വലാ ജാൻ. അർ-റഹ്മാൻ സൂറത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, വളരെ വളരെ മനോഹരികളാ, സുന്ദരികളാ, ഒരിക്കലും ഒരാളും തൊടാത്ത സ്പർശിക്കാത്തവരാ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവരാ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവര്. നിങ്ങൾ സ്പർശിക്കുന്നതിന് മുമ്പ് ജിന്നവർഗമോ മനുഷ്യവർഗമോ അവരെ തൊട്ടിട്ടേ ഇല്ല. അവരാണ് ഹൂറുള്ളിങ്ങള്. വർണ്ണനാതീതമാണവര്. അവരെ വർണ്ണിക്കാൻ കഴിയില്ല. എന്നാലും പറയട്ടെ, മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞല്ലോ, ഉണ്ടെന്നും മിഷ്കത്ത് ബാരിക്കിൽ ബന്ദിയുടെ ഹൂറുള്ളി സനവരാം ബരീശാനതും പടിവാം ഉഗമാം വിളമ്പിടലായി അവരന്തിരമേലുള്ള ചന്ദിരനൊക്കെ നീലും തെളിവാം, യോനിലും തെളിവാം. പട്ടമുഖത്തിന് അല്ലേ എങ്ങനെ പാടിയ മോയിൻകുട്ടി വൈദ്യർ ബദർമാലയിൽ പാടിയല്ലോ അല്ലെ? വയസ്സന്മാർക്കറിയും. ഇപ്പത്തെ കേടാൻ എന്ത് ബദർമാല, ഇപ്പത്തെ ഈ ന്യൂ ജനറേഷൻ എന്ത് ബദർമാല, സിനിമ അല്ല അവർക്ക്. ബദർമാല ഉഹുദുമാല മറ്റേ ആർക്ക്? അതല്ല പഴമക്കാർക്കല്ലേ. അതുകൊണ്ടല്ലേ അന്ന് കൊറോണ ഒന്നും ഇല്ലാത്ത. അന്ന് വീടുകളിലും പള്ളികളിലും എല്ലാം വയസ്സന്മാരല്ലേ ഇരുന്ന് പിടിച്ചിട്ട് മാലയോട് മാല, ബദറുമാല, നഫീസത്തുമാല, ഖുർആനോത്ത്, ദിക്ർ, തസ്ബീഹ്,
അന്ന് സുന്ദരമാണ്, റാഹത്താണ്. ചക്കക്കുരു തിന്നിട്ട് പള്ള നിറക്കുന്ന കാലമാണെങ്കിലും, ചക്കക്കുരു തിന്നിട്ട് വിശപ്പടക്കുന്ന കാലമാണെങ്കിലും നല്ല ഹാപ്പിയാണ്. ഇന്ന് മന്തി തിന്നിട്ട് വിശപ്പടക്കുന്ന കാലമായിട്ടും ചങ്ങായിന്റെ ബേജാർ തീരുന്നേയില്ല. മന്തി മിതിങ്ങിട്ട് ചെക്കന്റെ പൊക്കിളി പിരിഞ്ഞിട്ട് ആസ്ട്രേലിയന്റെ മാപ്പ് പോലായി, എന്നിട്ട് ഓനൊരു സമാധാനം ഇല്ല. നല്ലോണം ചിരിക്കുന്ന കാരണം എനിക്ക് ഡൗട്ടുണ്ട്, പൊക്കിള് നല്ലോണം പിരിഞ്ഞിനാന്ന് അല്ലെ? ഇന്നത്തെ മനുഷ്യൻ ആർക്കാ ഹാപ്പിയുള്ള, ആര് സമാധാനത്തിലുള്ള, ആരുള്ള? പൊരലുണ്ടാകുമ്പോ അവന്റെ ചിന്ത ഒരിക്കൽ പുറത്തു പോയിനെങ്കിൽ മതി, പുറത്തേക്ക് പോയെങ്കിൽ മതി. പുറത്തേക്ക് പോയിട്ടാകുമ്പോ അവന്റെ ചിന്ത ഒരിക്കൽ പുരക്കെത്തിനെങ്കിൽ മതി. ഭാര്യ സംസാരിക്കുമ്പോ മുണ്ടണ്ട, മാപ്പിള പോയിട്ട് ഓളോട് മുണ്ടുമ്പോ വന്ന് കണ്ടാമാല വന്ന് കണ്ടാമൃഗം വന്ന് ഒന്നിനും റാഹത്തില്ല. പൈസ ഇല്ലേ? പൈസ ഉണ്ട്. പൊന്നില്ലേ? പൊന്നുണ്ട്. പൊരയില്ലേ? എല്ലാം ഉണ്ട്. ഫാനില്ലേ? AC ഇല്ലേ? എല്ലാം ഉണ്ട്. എന്തേ ഇല്ലാത്ത? സമാധാനം നഹീഹേ. എന്തേ? അത് ഇതൊന്നും കിട്ടാല, ഇതുകൊണ്ടൊന്നും സമാധാനം കിട്ടാല. അല്ലാ 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 അല്ലോ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ, അപ്പോഴാണ് സമാധാനം. ദിക്റിലേക്ക് മടങ്ങിക്കോ, ദിക്റിലേക്ക്. മാലമൗലിദുകൾ ദിക്റാണ് അല്ലേ? മാലമൗലിദിൽ എന്ത് മാലമോല് ഇപ്പൊ ഈ കുറെ ലേറ്റസ്റ്റ് കുറെ ഉണ്ടല്ലോ, ഈ അവാന്തരക്കാർ, ഈ തലതിരിഞ്ഞ ബൊണ്ടില്ലാത്തോറല്ലോ, ഇതുപോലെ പേര് ഷാഗ് എന്ത് 3/4 ഗണ്ട 40 മിനിറ്റ് എന്നെല്ലാം ഇല്ലേ? സൽപ്പി കുൽപ്പി എന്നെല്ലാം എന്തെല്ലാം ഉണ്ട്. ഓർക്ക് നമ്മളെ മഹാന്മാരുടെ മാലകൾ മാത്രമാണ് ശിർക്ക്. അവരെ നേതാക്കളെ മാല ഇഷ്ടം പോലെ ഉണ്ട്. കെ ഉമർ മൗലവിന്റെ മാല പാടിയെങ്കില മുഹിയുദ്ദീൻ മാലിനെക്കാളും വലുത്, മുഹിയുദ്ദീൻ മാലിനെക്കാളും സ്ട്രോങ്. ഞമ്മ മുഹിയുദ്ദീൻ മാല പാടുമ്പോ ജനിച്ചോവർ ചെല്ലുമ്പോ ഒരു പറഞ്ഞോ അത് കുറച്ച് ഓവർ. ഉമർ മൗലവിന്റെ മാല പാടിയെങ്കില ഡബിൾ ഓവർ, സിംഗിൾ അല്ല ഡബിൾ ഓവർ. മുഹിയുദ്ദീൻ മാലിന്റെ അതേ സ്റ്റൈലില് ഞാൻ ഇപ്പൊ പാടിത്തരാ, എന്റെ കയ്യിലുണ്ട്, വന്ന ലേഖനാണത്, ഇപ്പോഴും ഉണ്ടത്. നമ്മളെ മഹാന്മാരുടെ ഈർദ്ധപള്ളത്തിനകത്ത് മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ സംബന്ധിച്ച് ഒരു ബൈത്ത് പാടിയെങ്കിലേ, അല്ലെങ്കിൽ ആ മഹാന്മാരുടെ കശ്മകറാമത്തുകൾ പറഞ്ഞ്, ആ മഹാന്മാരുടെ നല്ല ജീവിതത്തിന്റെ ഇന്നലെ പറഞ്ഞ് ഒരു മാല ഉണ്ടാക്കിയ ശിർക്ക് മുണ്ടണ്ട, ശിർക്ക് മുണ്ടി അങ്ങ് ശിർക്ക്. പണ്ടൊരു മുണ്ടി അങ്ങ് പൊറോട്ടായിരുന്നു. കേട്ടത്